മുമ്പേ തന്നെ ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കാൻ. അപ്പോ ആ ദിവസത്തെ പേപ്പർ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ, കാരണം പിന്നെ ഇന്നീ പറയുന്നതിന് യാതൊരു അർത്ഥവും കാണില്ല. അതൊക്കെ പിന്നെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആൾക്കാരെയോ അല്ലെ പ്രിയപ്പെട്ട സംഭവത്തിനെയാണല്ലോ നമ്മൾ കരളെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും ഒരു കരളെ രക്ഷിച്ചാൽ ഈ ലോകം മുഴുവനും തന്നെ പ്രിയപ്പെട്ട ജനങ്ങളുടെ ഒരു നടുവിലായിട്ട് മാറുന്നു. സോ എല്ലാ കരളുകൾക്കും സ്വാഗതം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ വിത്ത് ന്യൂട്രിചാർജ് ആന്തം. ഈ ആന്തമും ഒരു പുതിയ തരത്തിലുള്ള ആന്തമാണ്. അതായത് പാട്ട് സെയിം ആണ്, പക്ഷെ വീഡിയോയിൽ അല്പം മാറ്റങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇത് ഓൺലൈനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ ഞാൻ കാണിച്ചു. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കാണാം. ഓക്കെ, സോ ഹിയർ വി ഗോ. हम सेहत के सिपाही हैं, हमें अपना फर्ज निभाना है। हर जन जन को, हर तन मन को हमें मिलकर स्वस्थ बनाना है। चाहे राहों में मुश्किल आए, हर हाल में लक्ष्य को पाना है। आवाज दो इस मंत्र को, हर दिल में जगा दे आज। आवाज दो इस मंत्र को, हर दिल में जगा दे आज। मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज। हो, हम झूठ की आवाज नहीं, हम बीमारी का इलाज नहीं। हमें कसरत के संग रोज रोज न्यूट्री चार्ज अपनाना है। कोई 2 का हो या 100 का हो, सबको खुशहाल बनाना है। चाहे राहों में मुश्किल आए, हर हाल में लक्ष्य को पाना है। आवाज दो इस मंत्र को, हर दिल में जगा दे आज। आवाज दो इस मंत्र को, हर दिल में जगा दे आज। मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज। ये भारत देश की शान बड़ी, ये भारत का अभिमान बड़ा। न्यूट्री चार्ज शाकाहारी मैदान में है अड़िग खड़ा। हमें दुनिया को बतलाना है, भारत वैज्ञानिकों का खजाना है। अब कह दो विदेशी ताकत से, ये न्यूट्री चार्ज का जमाना है। चाहे राहों में मुश्किल आए, हर हाल में लक्ष्य को पाना है। आवाज दो इस मंत्र को, हर दिल में जगा दे आज। आवाज दो इस मंत्र को, हर दिल में जगा दे आज। मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज, everybody! मेरा चार्ज न्यूट्री चार्ज, मेरा चार्ज न्यूट्री चार्ज। Thank you very much. ഇനി നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കിടക്കാം.
യെസ്. സോ മെരാ ചാർജ് ന്യൂട്രി ചാർജ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം എല്ലാ ശരീരത്തിന്റെ കണ്ടീഷനെ കാത്തു സൂക്ഷിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് മറ്റേ പ്രൊഡക്റ്റ് ഒന്നും കഴിച്ചാൽ റിസൾട്ട്. കാരണം നമ്മൾക്ക് എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും എന്ത് സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ടെങ്കിലും ആദ്യം വേണ്ടതാണ് ദഹനം, ഡൈജഷൻ എന്ന് പറയുന്നത്. ആ ഡൈജഷൻ ഇല്ലാതെ നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഏത് സപ്ലിമെന്റ്സ് കഴിച്ചാലും ശരീരത്തിന് യാതൊരു ഗുണമുണ്ടാകും. ആ ഡൈജഷൻ ഇല്ലാതെ ആക്കുന്നതാണ് ശരീരത്തിൽ അനാരോഗ്യമായിട്ടുള്ള പല സംഭവങ്ങളും ശരീരത്തിൽ കയറിക്കൊടുക്കുന്നത്. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ടോക്സിൻസ്, വിഷാംശങ്ങൾ, അതേപോലെ ജങ്ക് ഫുഡുകൾ. കാരണം ഈ ഭക്ഷണങ്ങളിലൊക്കെ, ഈ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങളിലൊക്കെ എന്തൊക്കെയാണോ അനാരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കപ്പെടുന്നത്, അമിതമായിട്ടുള്ള തീക്ഷണമായിട്ടുള്ള മസാല പൊടികൾ, അത് പൊടി തന്നെയാണോ മസാല തന്നെയാണോ അത് പിന്നെ നമുക്ക് കവടി വെച്ച് നോക്കേണ്ട ഒരു ഗതികേട്. പക്ഷെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വലിയ മാരകമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിനെപ്പറ്റി യാതൊരു ചിന്തയും ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇന്ന് പ്രത്യേകിച്ചിട്ട് ഭക്ഷണത്തിനെ പറ്റി കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല, ദഹനത്തിനെ പറ്റി മാത്രമേ പറയുന്നു. കാരണം ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പൊ ഞാനത് പറഞ്ഞിട്ട് തീരെ വഷളാക്കുന്നില്ല. അപ്പോ എൻജോയ് യുവർ ലൈഫ്, എൻജോയ് യുവർ ഡേ ആൻഡ് എവറിത്തിങ് യു ഡു. ബട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, എന്റെ കരള് എന്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ആ കരളിന് പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് അത് വല്ലാതെ പണി തരും, റൈറ്റ്? പക്ഷേ ഏറ്റവും നല്ലൊരു സംഭവം എന്താണെന്നറിയാം, കരൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നയാൾ നമ്മളുടെ കൂടെ ഉണ്ടാവും, വളരെയധികം സ്നേഹത്തോടെ നമ്മൾ പറയുന്ന പോലെ കേൾക്കും. ഈ കരളും അങ്ങനെ തന്നെയാണ്. നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കരൾ നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ എന്തൊക്കെ ടോക്സിൻസുകൾ അടിച്ചു കയറ്റുന്നുണ്ടോ, നിങ്ങൾ സിഗരറ്റ് വലിച്ചിട്ട് എന്തൊക്കെ ടുബാക്കോ അതിന്റെ സംഭവങ്ങളൊക്കെ അകത്ത് കയറ്റി വിട്ടുണ്ടോ, പുകയിലയുടെ, അതേപോലെ മദ്യം, അങ്ങനെ എന്തൊക്കെ ടോക്സിൻസുകൾ, ഏതൊക്കെ അനാരോഗ്യമായിട്ടുള്ള സാധനങ്ങൾ ശരീരത്തിൽ കയറ്റിവിടുന്നു, അതിനൊക്കെ ഇത് വലിച്ചെടുക്കും. എന്തിനാ വലിച്ചെടുക്കുന്നത്? എന്റെ യജമാനൻ ആരോഗ്യമായിട്ട് നിൽക്കട്ടെ, അദ്ദേഹത്തിന് യാതൊരു പ്രോബ്ലമും ബുദ്ധിമുട്ടും ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മളുണ്ട് വെറുതെ വിടും, നമ്മൾ അതിന്റെ മുകളിൽ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഒരു ലിമിറ്റൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ ദാസ. അപ്പൊ ആ പരിധി കഴിയുമ്പോഴേക്കാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്തും ഇങ്ങനത്തെ ചില അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അത് നമ്മൾക്ക് വളരെ അത്യാവശ്യവുമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ തന്നെ നിലനിർത്താൻ പറ്റും എന്നുള്ള ചിന്ത മനസ്സിൽ കണ്ടാൽ നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പല പുസ്തകങ്ങളിലും പറഞ്ഞ പോലെ 100 വർഷം ജീവിക്കാനും പറ്റും. ഇല്ലെങ്കിൽ 100 വർഷം ജീവിക്കുന്നത് ഒരു മഹാഭീകരമായിട്ടുള്ള ഒരു 100 വർഷമായിരിക്കും മാത്രം. കാരണം ജീവിക്കുന്ന സുഖത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല, ആസ്വദിക്കാൻ പറ്റത്തില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, ആസ്വദിക്കാൻ. റൈറ്റ്? സോ again, welcome to you all and we move on with this product. Okay. ഇനി അടുത്ത 3 മാസം, നേരത്തെ ബിന്ദു സാർ അതാണ് പറഞ്ഞത്, അടുത്ത 3 മാസം, അതായത് 2022 തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്വാർട്ടർ മുഴുവനും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ന്യൂട്രിചാർജ് ബയോയേജ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലേക്കായിരിക്കും. പിന്നെ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടു, അതായത് ഇത് കൊടുത്തപ്പോൾ പല ആളുടെ പ്രമേഹത്തിന് വലിയ മാറ്റങ്ങളുണ്ട്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം. കാരണം നിങ്ങളുടെ ശരീരത്തില് രക്തത്തിന്റെ അകത്ത് പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ അത് പ്രമേഹമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ പ്രമേഹമായി മാറുമ്പോൾ നമ്മളോട് നടക്കാൻ പറയും. അപ്പൊ ഈ രക്തത്തിലുള്ള പഞ്ചസാരകൾ നമ്മുടെ ശരീരത്തിലെ മസിൽസ്, ശരീരത്തിലെ ഓർഗൻസിലേക്ക് വലിച്ചു പോയി കഴിഞ്ഞാൽ നോർമൽസിയിലേക്ക് നമുക്ക് രക്തത്തിൽ പഞ്ചസാരനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നടക്കുന്നു എന്ന് പറയാന്നല്ലാതെ നടക്കാറില്ല. എക്സസൈസ് ചെയ്യുന്നു പറയുന്നു, എക്സസൈസ് ചെയ്യാറില്ല. ഭക്ഷണങ്ങൾ ഞാൻ ഇത് കഴിക്കുന്നില്ല അത് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് നമുക്ക് സത്യമായിട്ട് അറിയാം. അപ്പൊ ഇതൊക്കെ ആകുമ്പോഴേക്കും ടോക്സിൻസുകളുടെ എണ്ണം ശരീരത്തിൽ, രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ അതൊരു ടോക്സിനായി മാറുന്ന പോലെയാണ്. അപ്പൊ ഇതൊക്കെ ലിവർ വലിച്ചെടുക്കും. അപ്പൊ ഒരു ഭാഗത്ത് നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ മറുഭാഗത്ത് നിങ്ങൾ ഫാറ്റി ലിവറിന്റെ ഉടമയായി മാറും. അപ്പൊ 2 ഭാഗവും, തുലാഷിന്റെ 2 കാലും കൃത്യമായിട്ട് തൂക്കത്തിൽ നിന്നും. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു ഭാഗത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോ ബയോയേജ് അങ്ങനത്തെ ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിവറിന്റെ സംരക്ഷണം കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ഇതിലുണ്ടാവും. അതിന്റെ ഒരു ലക്ഷണമാണ് നേരത്തെ ബിനു സാർ പറഞ്ഞത്. ഇത് കൊടുത്തപ്പോൾ പല ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്കും റിസൾട്ട് പെട്ടെന്ന് കിട്ടിയെന്ന്. റൈറ്റ്? അപ്പൊ അതൊക്കെ നമുക്ക് വിശദീകരിച്ചിട്ട് ഓരോന്നോരോന്നായി പറയാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ന്യൂട്രിചാർജ് ബയോയേജ്. ഈ പേര് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്താണ് ഈ അർത്ഥം, എന്താണ് ഈ പേര് വെച്ചതെന്നൊക്കെ തോന്നും. ഇതൊക്കെ നമുക്ക് പതിയെ മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് ഈ പേര് എത്ര ആപ്റ്റ് ആണ്, എത്ര പെർഫെക്റ്റ് ആണ് നമുക്ക് തോന്നും. ഇപ്പൊ നമ്മൾ തൽക്കാലം ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും നമ്മൾ പറയാനില്ല. നമ്മൾ വേറെ പല കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ വഴിയാണ് നമ്മൾ ഈ ടാർഗറ്റിലേക്ക് എത്തുന്നത്. ന്യൂട്രിചാർജ് ബയോ എന്ന് പറയുന്നത്, നമ്മളൊരു സ്ഥലത്തേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ പറന്നങ്ങ് എത്തുന്നതിന് അതിനൊരു വഴി ഉണ്ടാവും. പറന്നാലും ശരി, നടന്നാലും ശരി,
വണ്ടി ഓടിച്ചാലും ശരി. അപ്പൊ ആ ട്രാക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ട്രാക്കിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നെ എല്ലാ സമയത്തും പറയുന്നത് പോലെ തന്നെ ആ ബോക്സ് വളരെ മഹത്വമായിട്ടുള്ള ബോക്സ് ആണ്, തിളങ്ങുന്ന ഒരു ബോക്സ് ആണ്. കളർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ശരിയായ ഒരു കണ്ണാടി പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം എന്താ പറയുക, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ടോക്സിൻസുകളെയും മാറ്റി അതുപോലെ നല്ല തിളക്കമാർന്ന ഒരു ശരീരമാക്കി മാറ്റും, ഓർഗൻസുകളെ ആക്കി മാറ്റും. അതുകൊണ്ടാണ് ആ ബോക്സിന് അങ്ങനത്തെ നിറം കൊടുത്തിരിക്കുന്നത്. പിന്നെ പച്ച നിറത്തിൽ സ്വർണ്ണ ലിപിയാൽ എഴുതിപ്പെട്ടിരിക്കുന്നു. അപ്പം ഹെർബൽ പ്രൊഡക്റ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, അതിലൊരു കെമിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് തന്നെയാണ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷൻ, ന്യൂട്രി ചാർജ് ഇത്രയൊക്കെ കഥകൾ ചിന്തിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അല്ല ചുമ്മാതെ എന്തെങ്കിലും ഒരു കളർ എന്തെങ്കിലും ഒരു ടൈപ്പ് അടിച്ച് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റ് പറയുമ്പോഴും, കാരണം ഇങ്ങനെ സമയമൊന്നും അധികം കിട്ടാറില്ലല്ലോ സൂമിൽ കിട്ടുന്നത്. ഒരു പ്രൊഡക്റ്റ് മാത്രം നമുക്ക് പറയാൻ പറ്റാത്ത സമയം കിട്ടും. അപ്പൊ ഒരു പ്രൊഡക്റ്റ് മാത്രം പറയുന്നതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഓരോ പാക്കറ്റും ടെൽസ് സംതിങ് ഓർ ദി അതർ, ഇറ്റ് ഹാസ് ഗോട്ട് എ മീനിങ്. അതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുക, റൈറ്റ്? ഓക്കെ. പിന്നീട് ഒരു പറയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഡബിൾ ലെയർഡ് ടാബ്ലറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം താഴെ ആ ഒരു വട്ടത്തിന്റെ അകത്ത് ആ ടാബ്ലറ്റ് കണ്ട് കാണാം, 2 നിറത്തിൽ കാണാം. ഒന്ന് ലൈറ്റ് ഗ്രീൻ ആണ്, ഒന്ന് ഡാർക്ക് ഗ്രീൻ ആണ്. ആ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പോകുമ്പോൾ മനസ്സിലാവും. പക്ഷേ അത് ടാബ്ലറ്റിലെ സ്ട്രിപ്പിലോട്ടേക്ക് മാറ്റുമ്പോൾ അത് ഒന്ന് തിരിച്ചും ഒന്ന് മറിച്ചും പോകും. അപ്പൊ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സർ ടാബ്ലറ്റ് പകുതി കേടാണ്. അതായത് ഒരു സ്ട്രിപ്പില് 15 ഗുളികയുണ്ട്, അതില് പകുതിയോളം കേടാണ് സർ, ബാക്കിയേ ഉള്ളൂ നല്ലത്. പക്ഷെ എന്റെ സുഹൃത്തെ, അത് രണ്ടും ഒന്ന് തന്നെയാണ്, അതിനൊരു കേടും വന്നിട്ടില്ല. കാരണം അത് തിരിച്ചും മറിച്ചും വെച്ചെന്നേ ഉള്ളൂ. ആ ബൈ ലേഡ് എന്താണ് നമ്മളെ മനസ്സിലാക്കി തരുന്നതെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയും, ഇപ്പോഴൊന്നും പറയുന്നില്ല, റൈറ്റ്? ഓക്കെ. അപ്പൊ കരളിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളിതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആൻഡ് വൈറ്റൽ ഓർഗൻ ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിപ്പം കൂടിയതും അതേപോലെ തന്നെ ഏറ്റവും അധികം പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ കൂടിയാണ്. കാരണം എന്താ, ഇത് ഏകദേശം 500-ൽ പരം അധികം കാര്യങ്ങൾ ചെയ്യുന്നത് ശരീരത്തിന് വേണ്ടിയിട്ട്. ഇറ്റ് ഡസ് മോർ ദാൻ 500 ഫങ്ഷൻസ് ഇൻ ദ ബോഡി, റൈറ്റ്? 500-ൽ പരം, ക്യാൻ യു ഇമാജിൻ? നമ്മുടെ ശരീരത്തിൽ 500-ൽ പരം. അപ്പൊ 500-ൽ പരം ഫങ്ഷൻ ചെയ്യുന്ന ഒരു അവയവത്തിനെ നമ്മൾ എത്ര കാര്യക്ഷമതയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കണം. 1-2 പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നതാണെങ്കിൽ ശരി, അത് ചകലന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല, 2 പ്രശ്നങ്ങളല്ലേ ഉണ്ടാവും. പക്ഷെ ഇവിടെ 500-ൽ പരം നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഫങ്ഷൻസിന് ഓട്ടം സൃഷ്ടിക്കും. അഥവാ നിങ്ങളുടെ കരൾ എന്തെങ്കിലും സംഭവിച്ചാൽ, അപ്പൊ കരള് തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് എന്റെ കരളേ എന്ന് ആർത്തം വിളിക്കുക, എന്നാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കരളിനെ സംരക്ഷിക്കാൻ പറ്റും, റൈറ്റ്? സോ വാട്ട് ഈസ് ദാറ്റ്? ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 500 ഫങ്ഷൻസ് നമുക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് മാത്രം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കുന്നത്. ഓക്കെ. ഇതിനെ പവർ ഹൗസ് ഓഫ് ദി ബോഡി എന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ ഒരു പവർ ഹൗസ് തന്നെയാണ്. ഓക്കെ. സോ വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി? ലെറ്റ് us see. The first and foremost important one is accumulate nutrients and release into the blood as needed. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോഷകങ്ങൾ, അത് ഭക്ഷണത്തിൽ കൂടെയാവാം, സപ്ലിമെന്റിൽ കൂടെയാവാം. ഈ പോഷകങ്ങളെയൊക്കെ അത് അക്യുമുലേറ്റ് ചെയ്ത് സ്വീകരിച്ചിട്ട് അതിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അത് രക്തത്തിലോട്ട് പതിയെ ആവശ്യത്തിനനുസൃതമായിട്ട് റിലീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ലിവർ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെട്ട എല്ലാ ന്യൂട്രിയൻസിനെയും വലിച്ചെടുക്കുന്നു, അതിനെ അക്യുമുലേറ്റ് ചെയ്ത് സംരക്ഷിച്ച് അവിടെ വെക്കുന്നു. എന്നിട്ട് ശരീരത്തിന് ആവശ്യമുള്ള മുറയ്ക്ക് പതുക്കെ ഇത് റിലീസ് ചെയ്ത് ബ്ലഡിൽ കൊടുക്കും. അപ്പൊ ബ്ലഡിൽ കൊടുത്താൽ എന്താ സംഭവിക്കുക? ശരീരത്തിൽ മൊത്തം അത് എത്തും. അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. ഓക്കെ. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ അടുത്തത് മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ബ്ലഡ് ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ. നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു മാരകമായിട്ടുള്ള അസുഖമായി മാറിയിരിക്കുന്നത് ഷുഗറും കൊളസ്ട്രോളും, റൈറ്റ്? ഈ ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ ആണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാരെ 100-ൽ നോക്കിക്കഴിഞ്ഞാൽ 80% ആൾക്കാർക്കും ഈ 2 രോഗത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം സഹായിക്കുന്നു ലിവർ എന്നാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കിട്ടാൻ വളരെയധികം സുഖകരമായിരിക്കും, അഥവാ നിങ്ങളെ കരൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ 2 വളരെ തകർപ്പനായിട്ടുള്ള അല്ലെ 2 വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 2 കാര്യം തന്നെയാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾക്ക് ആധാരമാകുന്നത്. ഒരു മനുഷ്യന്റെ ശരീരം ഏറ്റവും അധികം പ്രശ്നം സൃഷ്ടിക്കപ്പെടുന്നത് ഈ 2ഉം ഇല്ലാതെയാകുമ്പോഴാണ്. ഒന്ന്, ശരിയായ അളവിൽ പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. രണ്ടാമത്തത്, അങ്ങനെയൊക്കെ ആവുമ്പോൾ
നമ്മളുടെ ശരീരത്തിനെ ഏറ്റവും ദോഷകരമായി ഭവിപ്പിക്കുന്ന ഒരു മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് ഈ ഷുഗർ, കൊളസ്ട്രോൾ. അത് രണ്ടും കൂടുന്നു. അപ്പൊ ഈ മൂന്നെണ്ണം കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ശരീരം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങി പോകുന്നു, അല്ലെ മാറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ഈ ചിത്രം കാണാം നിങ്ങൾക്ക്. അതിന്റെ മുന്നേ നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. ഇതുണ്ടോ, കരളാണ്. ഓക്കെ, ഇത് ലിവറാണ്. ഈ ലിവറിന്റെ 2 അറകളാണ്. കണ്ടോ, ഇതൊരു അറയാണ് വലുത്, ഇതൊരു ചെറിയ അറ. ഇതിനെയാണ് ലോബ്സ് എന്ന് പറയുന്നത്. അപ്പോ ലിവർ ഈസ് ബൈലോബ്ഡ് ഓർഗൻ. 2 ലോബ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ആ ചെറിയ ലോബ് റൈറ്റ് സൈഡിൽ കാണാം, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ വലിയ ലോബായിട്ട് കാണാം. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല കാണാം, അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരണം. അങ്ങ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ അതിന്റെ പൊസിഷൻ ഉണ്ടാവുക. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? ലെഫ്റ്റ് ലോബ് ഈസ് സ്മോളർ ആൻഡ് റൈറ്റ് ലോബ് ഈസ് ബിഗർ. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അതിന്റെ അകത്തൂടെ ഒരു സാധനം പൊളിച്ചു നോക്കുന്നു, ഒരു പച്ച നിറത്തിൽ കാണാൻ നിങ്ങൾക്ക്. അതാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. അതിനെ പറയുന്നത് പിത്ത സഞ്ചിയോ പിത്താശയം അങ്ങനെയൊക്കെ എന്തോ പറയുള്ളൂ, അതാണ്. റൈറ്റ്. അപ്പോ ഇത് ഇനിയിപ്പോ നമുക്ക് അടുത്തിലേക്ക് നോക്കും. ഈ സിസ്റ്റം നോക്കും. ഇങ്ങനെയാണ് ഇതുള്ളത്. ഇതിപ്പം ഇതിങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെയാണ്. അതിന്റെ അകത്താണ് ഈ ഗോൾ ബ്ലാഡർ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ചില സിസ്റ്റ്സ് ഇളകി വരുന്നുണ്ട്. ഓക്കെ, ചില ഡക്ട്സുകൾ. അപ്പൊ ഈ ഡക്ട് എന്ന് പറഞ്ഞാൽ ട്യൂബ് പോലും, ജസ്റ്റ് ട്യൂബ്സ് ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഗോൾ ബ്ലാഡറിന്റെ ഫംഗ്ഷൻ എന്താണ്? ലിവറിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ലിവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദഹന പ്രക്രിയ, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ, ഫാറ്റ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബൈൽ ജ്യൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വളരെ അധികം ഡൈല്യൂട്ടഡ് ആയിരിക്കും, വളരെ തീക്ഷണത കുറവുള്ളതായിരിക്കും. അപ്പോൾ ആ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ബൈല് നമ്മളുടെ ഭക്ഷണത്തിലെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ ദഹന പ്രക്രിയക്ക് വലിയൊരു ഗുണം ചെയ്യില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അമ്മാതിരി ഭക്ഷണമല്ല വൈകിയ, ഒന്നും ഡൈജസ്റ്റ് ആവാൻ പറ്റാത്ത പോലത്തെ ശരിയായി ഇരപ്പി കട്ട പോലത്തെ സാധനമല്ലേ കഴിക്കുക. അത്രക്ക് അങ്ങനത്തെ ഭക്ഷണം പ്രാക്ടീസാണ് നമുക്ക്. ഏകദേശം 50% ആൾക്കാരുടെ കാര്യം പറയാം. അപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ നാച്ചുറലി എന്ത് ചെയ്യുന്നു? ഈ ബൈല് ലിവറിൽ നിന്ന് ഇറങ്ങി അതിനെ കൊണ്ടുപോയിട്ട് ഗോൾ ബ്ലാഡറിൽ നിക്ഷേപിക്കും. ഓക്കെ, അപ്പൊ ഗോൾ ബ്ലാഡർ നിക്ഷേപിക്കുന്നതിന്റെ കാരണം ഈ ഡൈല്യൂട്ടഡ് ബൈൽ വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി ഈ നമ്മളെ ഗോൾ ബ്ലാഡറിൽ വാട്ട് ആക്ച്വലി ഡു, ഇത് കോൺസെൻട്രേറ്റഡ് ആയി മാറും. അപ്പൊ ബൈൽ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ വിച്ച് ഈസ് ഇൻ ഡൈല്യൂട്ടഡ് ഫോം ട്രാൻസ്ഫോംസ് ഇൻ ടു കോൺസെൻട്രേറ്റഡ് ഫോം ഇൻ ദി ഗോൾ ബ്ലാഡർ. എന്നിട്ടാണ് പിന്നെ ആ കോൺസെൻട്രേറ്റഡ് ബൈലാണ് പിന്നെ ഡൈജഷന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് ഇവിടുന്ന് നേരെ വരിക പാൻക്രിയാസിലേക്കാണ്. അപ്പൊ പാൻക്രിയാസിലേക്ക് വന്നു കഴിഞ്ഞാൽ പാൻക്രിയാറ്റിക് ജ്യൂസും ഈ പറയുന്ന ഹെപ്പാറ്റിക് ജ്യൂസും കൂടി രണ്ടും കൂടി ചേർന്ന് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയുന്ന രണ്ടും കൂടി ചേർന്ന ഒരു ഡക്ട് ഉണ്ട്. അതുവഴി നേരെ ഡ്യൂഡനത്തിലേക്ക് കയറും. ആ ഡ്യൂഡനം എന്ന് പറയുന്നത് ചെറിയ കുടലിന്റെ തുടക്കമാണ്. റൈറ്റ്, അവിടെ നിന്നാണ് ഡൈജഷൻ പ്രോസസ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ അവിടെയാണ് ഇത് എത്തിച്ചേരുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ഒരു സയൻസ്. അത് നമുക്ക് പറയാന്ന് വിചാരിച്ചു, കാരണം അത് പറയാതെ ചുമ്മാതെ അങ്ങ് പറഞ്ഞു പറ്റിയ കാര്യമില്ല, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തി മാത്രം. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് എക്സ്പെല്ലിംഗ് ടോക്സിൻ സബ്സ്റ്റൻസ് ഫ്രോം ദ ബോഡി. അതാണ് കരൾ ചെയ്യുന്ന വേറെ നല്ലൊരു കാര്യം. അതായത് ലിവർ എക്സ്പെൽസ് ദ ടോക്സിൻ സബ്സ്റ്റൻസ് ഫ്രോം ദ ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ കയറി കൂടുന്ന പലതരത്തിലുള്ള വിഷാംശങ്ങൾ, പലതരത്തിലുള്ള ടോക്സിൻസുകൾ, ഭക്ഷണത്തിൽ കൂടെ ശരീരത്തിൽ കയറ്റപ്പെടുന്ന പലതരത്തിലുള്ള അനാരോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് തട്ടി വെളിയിലോട്ടേക്ക് വിടും. അങ്ങനെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശരീരത്തിനെ കാത്തു സൂക്ഷിക്കുന്നു. വലിയൊരു സംരക്ഷകനാണ് ഈ ലിവർ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രൊഡ്യൂസസ് ദ ബൈൽ ജ്യൂസ് റിക്വയർഡ് ഫോർ ഡൈജഷൻ ഓഫ് ഫാറ്റ് ആൻഡ് ഫോർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻസ് ലൈക്ക് A, D, E and K. എന്താണ് ഈ 4 വൈറ്റമിൻസിന്റെ പ്രത്യേകത? നമ്മൾ ന്യൂട്രിചാർട്ട് മാൻ വുമണൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു RD പ്രകാരം 13 വൈറ്റമിൻസ് നമുക്ക് കിട്ടണം. അപ്പൊ 13 വൈറ്റമിൻസിൽ ഈ 4 വൈറ്റമിൻസിന് മാത്രം ഇവിടെ എടുത്ത് പറയാൻ കാരണം ബിക്കോസ് ദീസ് ആർ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. അപ്പൊ ഇത് വാട്ടർ സൊല്യൂബിൾ അല്ല, ബാക്കിയെല്ലാം വാട്ടർ സൊല്യൂബിൾ ആണ്. വെള്ളത്തിൽ കൂടെ തന്നെ സൊല്യൂബിൾ ആയിട്ട് ശരീരത്തിലേക്ക് അങ്ങ് പോകും. പക്ഷെ ഇത് ഈ വൈറ്റമിൻ 4 A, D, E and K ആർ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ. അപ്പൊ ശരീരത്തിൽ ശരിയായിട്ടുള്ള ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളെങ്കിൽ ഇത് ശരിക്ക് അബ്സോർബ് ചെയ്യപ്പെടത്തില്ല. അപ്പൊ എന്താവണം? ഫാറ്റ് ഡൈജഷൻ ആണ്. കാരണം ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്ന വലിയ വലിയ സാധനമാണ്. ആ വലിയ സാധനത്തിനെ ഈ ബൈൽ ജ്യൂസ് പോയിട്ട് ബ്രേക്കപ്പ് ചെയ്യും. അതിനെ ഫാറ്റ് ഡൈജഷൻ എന്ന് പറയാം സാധാരണഗതിയിൽ. ഇല്ലെങ്കിൽ തന്നെ പറയുന്നത് സംഭവത്തിന് വേറൊരു ടെർമിനോളജി തന്നെയാണ് പറയാം. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വരുമ്പോൾ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് എന്റെ പേര്. ചില ആൾക്കാർ വിചാരിക്കും സാർ എന്ന് പറഞ്ഞില്ല. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, ഡൈജഷൻ ഓഫ് ഫാറ്റ്. വലിയ വലിയ ഗ്ലോബ്യൂൾസിനെ ബ്രേക്കപ്പ് ചെയ്ത് സ്മോൾ ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റും. അപ്പോൾ സ്മോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആകുമ്പോൾ അത് പെട്ടെന്ന് അലിയും, പെട്ടെന്ന് ശരീരത്തിൽ പ്രവർത്തിക്കും. ശരീരത്തിലെ പല പ്രവർത്തനത്തിന് അത് സഹായകരമായിരിക്കും. റൈറ്റ്, നെക്സ്റ്റ് ഈസ് produces most of the various vitamins required by the body. നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പലതരത്തിലുള്ള പ്രോട്ടീൻസുകളെയും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്.
നമ്മുടെ ശരീരത്തിൽ നല്ല പ്രോട്ടീൻസും ചീത്ത പ്രോട്ടീൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് നാച്ചുറലി. അപ്പൊ ആ നല്ല ആവശ്യമായിട്ടുള്ള നല്ല പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതും കൂടിയാണ് ലിവർ. പിന്നെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ഒക്കെ ചെയ്ത് ആ ഡൈജസ്റ്റ് എൻസൈംസ് അത് ലാസ്റ്റിൽ നമുക്ക് അമിനോ ആസിഡ്സ് ആയി തരുമ്പോൾ ഈ ലിവർ അതിനെ വലിച്ചു കൊണ്ടുപോയി സംരക്ഷിച്ചു വെക്കുന്നു. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഈ അമിനോ ആസിഡ് അങ്ങ് കൊടുത്തുവിടും. റൈറ്റ്. അപ്പോൾ അമിനോ ആസിഡ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 2 അമിനോ ആസിഡിന്റെ കാര്യം. ഗ്ലോബുലിൻ, റൈറ്റ്, ഇറ്റ്സ് 1 അമിനോ ആസിഡ് വിച്ച് യു ഗെറ്റ് ഫ്രോം ദി പ്രോട്ടീൻ ആസ് സച്ച്. അപ്പോൾ ഗ്ലോബുലിൻ കിട്ടുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ദി പ്രോട്ടീൻ ഫോർ ഹീമോഗ്ലോബിൻ. ഓക്കെ. അപ്പോൾ ഗ്ലോബിൻ ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും, കാരണം ഹീമോഗ്ലോബിന്റെ ലെവൽ കറക്റ്റ്. അതേപോലെ ഒന്നാണ് നമ്മൾ പറയുന്നത് കെരാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഇസ് കെരാറ്റിൻ? കെരാറ്റിൻ ഈസ് എ പ്രോട്ടീൻ ഫോർ ഹെയർ, മുടിക്കുള്ള പ്രോട്ടീനാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ അമിനോ ആസിഡ് ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്ലഡിൽ റിലീസ് ചെയ്യുമ്പോൾ മുടിയുടെ ഭാഗത്തിലേക്ക് ഇതങ്ങോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് മുടിക്ക് സംരക്ഷണം ഉണ്ടാവും, മുടി പൊഴിച്ചിൽ മുടി കൊഴിഞ്ഞു വന്നത് ഇല്ലാതെയാവും. അപ്പൊ മൊത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ പ്രോട്ടീൻ കുറവായിരിക്കും, അതുകൊണ്ടാണ് മുടി കൊഴിയുന്നത്. അപ്പോൾ പ്രോട്ടീൻ തന്നെയാണ്, പക്ഷെ പ്രോട്ടീന്റെ വകഭേദമാണ്. അതായത് പ്രോട്ടീൻ വിൽ നോട്ട് ആക്ട് ഇൻ യുവർ ബോഡി. പ്രോട്ടീൻ ഡൈജസ്റ്റ് ആയിട്ട് അമിനോ ആസിഡ് ആയി മാറും, എന്നാൽ മാത്രമാണ് ആ അമിനോ ആസിഡ് വർക്ക് ചെയ്യുന്നത്. സോ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി പ്രോട്ടീൻ ഈസ് വാട്ട്? അമിനോ ആസിഡ്. റൈറ്റ്. അപ്പോൾ അങ്ങനത്തെ പ്രോട്ടീനുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ലിവർ. And the most important one, it detoxifies our body by ejecting alcohol, poisons and waste substances from the body. നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാതരം പോയിസണുകൾ, അത് മദ്യമായിക്കോട്ടെ, പുകയില ആയിക്കോട്ടെ, ഭക്ഷണത്തിൽ കൂടെ കിട്ടിയതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെയൊക്കെ തന്നെ വലിച്ചെടുത്തിട്ട് ഇജക്ട് ചെയ്ത് ശരീരത്തിന്റെ വെളിയിലോട്ടേക്ക് വിടും. അതായത് ശരിയായ പമ്പിങ് എടുക്കുക, വെളിയിലോട്ടേക്ക് വിടുക. റൈറ്റ്. അതിന്റെ അകത്ത് വെക്കില്ല. അതുകൊണ്ട് എന്താ, ശരീരം വളരെയധികം ആരോഗ്യപരമായിരിക്കും. കാരണം ടോക്സിൻസ് കയറുന്നതനുസരിച്ച് ലിവറിന് പണിയാണ്. ഇപ്പൊ ലിവറിന്റെ വലിച്ചെടുക്കണം. കണ്ടില്ല, ലിവർ കണ്ടില്ല, അവിടെ ഇങ്ങനെ ചുളിഞ്ഞു പോയിരിക്കുന്നത്, വലിഞ്ഞ് 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 അങ്ങനെ എല്ലാം എടുത്തിട്ട്. അപ്പൊ അവിടുന്ന് വീണ്ടും അത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? അത് വലിച്ചെടുത്തിട്ട് ശരീരത്തിന്റെ വെളിയിലോട്ടേക്ക് വിടും. അപ്പൊ ശരീരത്തിലേക്ക് വെളിയിലോട്ടേക്ക് വിടുമ്പോൾ എന്ത് വേണം? ശരീരത്തില് ശരിയായ അളവിൽ വെള്ളം വേണം. കാരണം അതൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അത് ന്യൂട്രിയൻസിനെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു, കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ടോക്സിൻസിനെ ശരീരത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ പറയാം വെള്ളം. അപ്പൊ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കുറയും. നിങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ന്യൂട്രിയൻസ് ശരീരം വലിച്ചെടുക്കത്തില്ല. അതേപോലെ ശരീരത്തിൽ പതിയെ പതിയെ ഉണ്ടായി വരുന്ന വേസ്റ്റ് ശരീരത്തിന്റെ വെളിയിൽ പോകത്തുണ്ട്. അപ്പൊ വാട്ടർ ഇൻടേക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്താലും, എന്ത് പണി ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിന്റെ അളവ് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ദ ഫ്ലൂയിഡ് കണ്ടന്റ് ഇൻ യുവർ ബോഡി ഷുഡ് റിമെയിൻ പെർഫെക്റ്റ്. അതായത് ഏതവസ്ഥയിലും 55% നമ്മുടെ ശരീരത്തിൽ വെള്ളം വേണം. 62% വെള്ളം. അപ്പൊ 55% വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏത് ഘട്ടത്തിലും വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ ഇൻടേക്ക് ഷുഡ് ബി ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല, വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് തന്നെ വല്ലാതെ ഡ്രൈ ചെയ്യും. കണ്ടാൽ വളരെയധികം പ്രായമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണപ്പെടും, നിങ്ങൾക്ക് തന്നെ തോന്നിത്തോളും. അപ്പൊ സ്കിന്ന്, നഖം, ശരീരത്തിന്റെ പല സംഭവങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ ദ ഫ്ലൂയിഡ് ഇൻടേക്ക് ഷുഡ് ബി പ്രോപ്പർ. റൈറ്റ്. നൗ ഡിറ്റോക്സിഫിക്കേഷൻ എന്താണ്? അതിന്റെ ആ ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ ടെർമിനോളജിയുടെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഇസ് വെരി സിമ്പിൾ. എക്സ്പൾഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഫ്രോം ദ ബോഡി. ശരീരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെ എക്സ്പെൽ ചെയ്യുക, വെളിയിലോട്ടേക്ക് തള്ളി വെളിയിലോട്ടേക്ക് വിടുന്ന ആ പ്രോസസ്സിനെയാണ് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് ടോക്സിഫിക്കേഷൻ, അതായത് ടോക്സിൻ ഇല്ലാതെയാക്കുന്ന പ്രക്രിയ, അതാണ് ഡീടോക്സ്. ഡീടോക്സ് എന്ന് പറഞ്ഞാൽ ടോക്സിൻ ഇല്ലാതെയാക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഓക്കെ, കരൾ again become to the liver, right? ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള ടോക്സിൻസുകളാണ് ശരീരത്തിൽ കയറിക്കുന്നത്. ഓക്കെ, വാട്ടർ സൊല്യൂബിൾ ഉണ്ടാവും, പക്ഷെ അത് വളരെ റെയർ ആയിരിക്കും. അപ്പൊ ഈ ലിവറിൽ കൂടിയല്ലേ പോകുന്നത്. അപ്പൊ ലിവറിലേക്ക് കയറുമ്പോൾ ആ ലിവർ അതിനെ വാട്ടർ സൊല്യൂബിൾ ടോക്സിൻസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള ഈ ടോക്സിൻ ശരീരത്തിൽ കയറുമ്പോൾ ലിവറിൽ 2 ഫേസ് ഓഫ് ആക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫേസിൽ അതെന്താ നടക്കുന്നത്? ലിവറിന്റെ എൻസൈമിന്റെ ഉപയോഗം കൊണ്ട് ആ അകത്തോട്ട് കയറിയിരിക്കുന്ന ഫാറ്റ് സൊല്യൂബിൾ ടോക്സിൻസിനെ മുറിച്ച് ചെറുങ്ങനെയായി വിഘടിപ്പിക്കും. അപ്പൊ വളരെ ചെറിയ കണങ്ങളാകുമ്പോൾ അത് ശരിക്ക് മിക്സ് ആവാനുള്ള സാധ്യത കൂടും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? നേരെ ഇത് സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഫാറ്റ് സൊല്യൂബിൾ ടോക്സിൻസ് വിച്ച് ഈസ് ഇൻ ബിഗ് ഗ്ലോബുൽ ടൈപ്പ് ആയിരിക്കും. അതിനെ അത് ബ്രേക്കപ്പ് ചെയ്ത് ചെറിയ ഗ്ലോബുലാക്കി മാറ്റുമ്പോൾ
അത് വളരെ പെട്ടെന്ന് തന്നെ വാട്ടർ സൊല്യൂബിൾ ടോക്സിൻസ് ആയി മാറാനുള്ള സാഹചര്യത്തിലേക്ക് പോകും, ഫേസ് 2ലേക്ക്. പക്ഷെ ഇത് വിഘടനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇത് ബ്രേക്കപ്പ് ചെയ്യാതെ ആ വലിയ സൈസ് തന്നെയാണെങ്കിൽ അത് പിന്നെ വാട്ടർ സൊല്യൂബിൾ ആക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ലിവർ തന്നെ അത് 2 ഫേസിൽ കൂടി അതിന് ചെയ്ത് വാട്ടർ സൊല്യൂബിൾ ആക്കി മാറ്റും. വാട്ടർ സൊല്യൂബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ലിവർ കിഡ്നിയുടെ സഹായം എടുക്കും. എന്നിട്ട് യൂറിനേഷൻ, അങ്ങനെ പല, ഒന്ന് മെയിനായിട്ട് യൂറിനേഷൻ തന്നെയാണ്. അപ്പോൾ വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, അതിന്റെ കൂടെ യൂറിനേഷൻ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ദി ഹെൽപ്പ് ഓഫ് ദി കിഡ്നി ടു എക്സ്പെൽ ദ തിങ്സ് ഔട്ട് ത്രൂ ദി യൂറിൻ. കാരണം ഏറ്റവും അധികം നമ്മൾ ഒരു ദിവസം നമ്മളെ ശരീരത്തിൽ നിന്ന് എക്സ്പൾഷൻ ചെയ്യുന്നത് യൂറിൻ തന്നെയാണ്. യൂറിനേഷൻ ആയിട്ട് ഏറ്റവും അധികം ചെയ്യപ്പെടുക, റൈറ്റ്? അപ്പോൾ ഇപ്പൊ വിയർപ്പ്, അതിൽ കൂടെയും ടോക്സിൻസ് ഉള്ളിലേക്കും. പക്ഷെ വിയർക്കുന്നതും ഒരു ലിമിറ്റേഷൻസ്, റൈറ്റ്? എല്ലാ സമയത്തും ഇങ്ങനെ വേർത്ത് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കത്തില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ യു ഡു സംതിങ് എക്സ്ട്രാ. അപ്പൊ അങ്ങനെ. അപ്പൊ അതിനേക്കാളും പിന്നെ അതേപോലെ മോഷൻ, അൺലെസ് ആൻഡ് അണ്ടിൽ യു ഗോട്ട് ലൂസ് മോഷൻ യു വിൽ നോട്ട് ഗോ കണ്ടിന്യൂസ്ലി ഇൻ ടു ദ ടോയ്ലറ്റ്, റൈറ്റ്? പക്ഷെ യൂറിനേഷൻ ഈസ് ടോട്ടലി ഡിഫറെന്റ്. അത് നമ്മൾ കൂടുതൽ ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ യൂറിനേഷൻ സുതാര്യമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് പോകുന്നതും സുതാര്യമായിരിക്കില്ല. ദാറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം. അപ്പൊ യൂറിനേഷൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ വാട്ടർ ഇൻടേക്ക് ഷുഡ് ബി പെർഫെക്റ്റ്. സോ ടേക്ക് വാട്ടർ പ്രോപ്പർലി ആൻഡ് യൂറിനേറ്റ് പ്രോപ്പർലി. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഗ്ലവ് ആണ്, റൈറ്റ്? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിന് ലിവർ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, യൂറിനേഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ദ പ്രഷർ ഒരു ഭാഗത്ത് മാത്രമല്ല 2 ഭാഗത്ത് പ്രഷർ വരും. ഒന്ന് ലിവറിലേക്കും പ്രഷർ വരും, ഒന്ന് കിഡ്നിയിലേക്കും പ്രഷർ വരും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എവിടെ പോയി അവസാനിക്കും, റൈറ്റ്? നെക്സ്റ്റ്, most of the detoxification is done by the liver. 95% detoxification is done by the liver. കരളാണ് ശരീരത്തിലെ ഏറ്റവും അധികം ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നത്, 95%. ആൻഡ് ലിവർ മേക്സ് ടോക്സിക് സബ്സ്റ്റൻസസ് സൊല്യൂബിൾ. അതാണ് ഏറ്റവും അധികം ഞാൻ നേരത്തെ ഫേസ് കാണിച്ചത്. ഈ ടോക്സിക് സബ്സ്റ്റൻസിനെ വാട്ടർ സൊല്യൂബിൾ കണ്ടന്റ് ആക്കി മാറ്റുന്നു. ആൻഡ് ഇറ്റ് എക്സ്പെൽസ് ദം ത്രൂ യൂറിൻ ഫ്രോം ദ ബോഡി. അപ്പോൾ യൂറിനേഷന്റെ ത്രൂ വാട്ടർ സൊല്യൂബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ യൂറിന്റെ കൂടെ അങ്ങ് പോലും ഇറ്റ് ഗോസ് ഓഫ്. നമ്മള് ഇപ്പൊ ഇന്നൊക്കെ വളരെയധികം പാചകം നടക്കുന്ന വീടുകളുണ്ട്, അല്ലേ? ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട്. അപ്പൊ ഈ ചീനച്ചട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഓയിൽ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ പൊരിച്ചതും ഓയിൽ കൊണ്ട് അങ്ങനെ ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ പാചകം ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് കഴുകാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ചുമ്മാതെ പൈപ്പ് തുറന്നിട്ട് അവിടെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ആവും, ഇല്ല? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഫാറ്റ് സൊല്യൂബിൾ ആണ്, അപ്പൊ ഫാറ്റിയാണ് ഇപ്പൊ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? വാട്ടർ സൊല്യൂബിൾ ആക്കി മാറ്റണം. ആ വാട്ടർ സൊല്യൂബിൾ ആക്കി മാറ്റാൻ നമ്മൾ ഈ പാത്രങ്ങൾ എന്താ ചെയ്യുക? ഡിറ്റർജന്റ് ഇടും. ഓക്കെ, ആ ഡിറ്റർജന്റ് ഇടുമ്പോൾ അതിന്റെ ഓയിലി കണ്ടന്റ് വളരെ, അതിന്റെ ആ ഡെൻസിറ്റി അങ്ങ് കുറയും. ഇറ്റ് മിക്സസ് വിത്ത് വാട്ടർ നൈസ്. അപ്പോൾ ഡിറ്റർജന്റ് ഇട്ട് 2 പ്രാവശ്യം അങ്ങ് തുടച്ച് വെള്ളത്തിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കുന്ന എണ്ണമയം മുഴുവനും ക്ലീൻ ആവും. അതുപോലെ തന്നെയാണ് ശരീരം. അപ്പൊ നമുക്ക് അവിടെ ഡിറ്റർജന്റ് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യാം, റൈറ്റ്? ഓക്കെ, നൗ ഡിറ്റോക്സ് ഈസ് എ ഡെയിലി റിക്വയർമെന്റ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് എല്ലാ ദിവസവും നടത്തേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം. വായ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണോ? എന്താ കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എല്ലാ ദിവസവും ടോക്സിൻസ് കയറുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറില്ലേ? ചില ആൾക്കാർ 2-3 നേരം കുളിക്കും, റൈറ്റ്? കാരണം കൂടുതൽ വെളിയിലോട്ട് പോയ ആൾക്കാരാണെങ്കിൽ 2 നേരം 3 നേരം കുളിക്കും. വസ്ത്രങ്ങൾ എല്ലാ ദിവസവും അലക്കുന്നില്ലേ? വീട് എല്ലാ ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കുന്നില്ലേ? പിന്നെ നമ്മളുടെ ചുറ്റും മതിലിന്റെ അകത്തുള്ള എല്ലാ ഏരിയകളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്നില്ലേ? എല്ലാ ദിവസവും 2-3 നേരം ബ്രഷ് ചെയ്യുന്നില്ല? എല്ലാം ചെയ്യുന്നില്ല. പിന്നെ ശരീരത്തിന്റെ അകത്തോട്ട് മാത്രം എന്താ നോക്കാത്തത്? അത് സാറെ കാണാനില്ല, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, പക്ഷെ ഫീൽ ചെയ്യല്ലോ, ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് എന്താ? പലതരത്തിലുള്ള സോപ്പുകൾ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പുകൾ കൊണ്ട് കഴുകുന്നു. വായ ബ്രഷ് കൊണ്ട് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കഴുകുന്നു. പക്ഷെ ഇത് 2 കൈ കൊണ്ടും വായ കൊണ്ടും ഉപയോഗിച്ച ഭക്ഷണം നമ്മൾ അങ്ങ് ഇറക്കി അങ്ങ് വിടും അകത്തോട്ടേക്ക്. ആ വായ വിട്ട് കഴിഞ്ഞിട്ട് അങ്ങ് താഴെ ഏനസ് വരെ നമ്മൾ ഇതുവരെ യാതൊരു തരത്തിലുള്ള ക്ലീനിങ് പ്രോസസ് നടത്തിയിട്ടില്ല. യെസ്? നമ്മൾ ഇതുവരെ, സാർ ഞാൻ ഇന്നലെ സർവീസിങ്ങിലായിരുന്നു. എന്ത് സർവീസിങ്ങിലായിരുന്നു? എന്റെ കുടലിനെ കഴുകിയായിരുന്നു. ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുവരെ? അല്ലെങ്കിൽ എന്റെ ആമാശയത്തിനെ കഴുകിയായിരുന്നു. പക്ഷെ ശരീരം സ്വമേധയാ കുറച്ചൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ആ സ്വമേധയാ ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് 10 കിലോ എടുക്കാൻ പറ്റുന്ന ആ വ്യക്തിയോട് നമ്മൾ പറയുന്നത്, എടുക്കുക 100 കിലോ മാഷെ, ആ മാഷിന് എടുക്കാൻ പറ്റും 100 കിലോ. 10 കിലോ എടുക്കാനുള്ള ക്യാപ്പസിറ്റി ആ വ്യക്തിക്ക്, അന്നേരം 100 കിലോ എടുപ്പിക്കുന്നത്. അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ. ശരീരം കുറച്ചൊക്കെ സ്വമേധയായൊക്കെ ക്ലീനിങ് പ്രോസസ് ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന അതിനേക്കാളും ഭീകരമായിട്ടുള്ള സംഭവം. അപ്പൊ ഒറ്റയ്ക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോ നമ്മളെ ശരീരത്തിൽ ടോക്സിൻസ് പല രൂപേണ കയറുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കിയേക്കാം. അതാണ് ചുവന്ന ലിപിയാൽ എഴുതിയിരിക്കുന്നത്, ഡേഞ്ചർ സോൺ. എന്തുവാണത്? ടോക്സിൻസ് എൻ്റർ ആർ ബോഡി ഡെയിലി ആണ്. അണ്ടർലൈൻ ഡെയിലി, എല്ലാ ദിവസവും
അല്ലാതെ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസമോ അല്ല. ഡെയിലി ത്രൂ ഫുഡ്, ഭക്ഷണത്തിൽ കൂടെ. അപ്പൊ ഒരു കാര്യം ഗ്യാരണ്ടി, ഭക്ഷണം ഞാൻ സർ 4 ദിവസത്തിൽ ഒരിക്കലും കഴിക്കാറുണ്ട്. ഏതെങ്കിലും ഒരാളുണ്ടോ? ഒന്ന് കൈവക്കണേ. അല്ലല്ലോ. ഒരു ദിവസം 10 പ്രാവശ്യം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു പ്രാവശ്യം 3 നേരം കഴിക്കുന്ന ആളുണ്ടാവും. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ടോക്സിൻസും വരുന്നുണ്ടാവുന്നുള്ളത് യാതൊരു സംശയവുമില്ല, റൈറ്റ്? കാരണം ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു യുവർ ബോഡി ഡെയിലി ത്രൂ ഫുഡ്. നെക്സ്റ്റ് ഈസ് വാട്ടർ. അപ്പൊ ഇതുണ്ടാവും. ആൻഡ് എയർ. ഇത് മൂന്നും ഇല്ലാതെ ഒരു വ്യക്തിക്ക് ജീവിക്കാനേ പറ്റത്തില്ല. വിത്തൗട്ട് ഫുഡ്, വിത്തൗട്ട് വാട്ടർ, വിത്തൗട്ട് എയർ യു കനോട്ട് സർവൈവ്. ഈ മൂന്നിൽ കൂടിയും ടോക്സിൻസ് ഡെയിലി കയറുന്ന പറഞ്ഞിരിക്കും. അപ്പൊ പിന്നെ പിക്ചർ ഇസ് വെരി ക്ലിയർ. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ ഈ 3 സാധനങ്ങൾ കൂടെ വിഷാംശം കയറുന്നുണ്ട്, ടോക്സിൻസ് കയറുന്നുണ്ട്. അപ്പൊ ഇത് ഡെയിലി കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഡെയിലി ഡിറ്റോക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അടിഞ്ഞടിഞ്ഞടിഞ്ഞടിയും ശരീരത്തിൽ. നിങ്ങളുടെ വീട് കൂട്ടിയിട്ട് 1 മാസത്തെ ടൂറിന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോയ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ വീട് ഉണ്ടാവുക. കംപ്ലീറ്റ് മണ്ണടിഞ്ഞ് ഒരു പരുവത്തിലായിട്ടുണ്ടാവും, റൈറ്റ്? അതേപോലെ കാർ ഷെഡിൽ കാറും വെച്ച് നിങ്ങൾ ടൂറിന് പോയതാണ്, കാർ എടുക്കാതെയാണ് പോയിരിക്കുന്നത്, വിദേശ യാത്രയാന്ന് വിചാരിക്കും. വരുമ്പോൾ ആ കാർ എങ്ങനെ ഉണ്ടാവും, വീട് എങ്ങനെ ഉണ്ടാവും? അതാണ് പതിയെ ടോക്സിൻസ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ബിൽഡപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഈ ടോക്സിൻസിനെ ഡെയിലി നമ്മൾ വെളിയിലോട്ട് തള്ളണം. സോ ഡിറ്റോക്സ് ബിക്കംസ് a daily requirement. Therefore, detoxification of the body should also be done daily. Picture is very clear to each and everyone, I hope. ഇതാണ് ഇവിടുന്നാണ് സിനിമ മാറുന്നത്. ഓക്കെ, ഇവിടെ കരൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഒറ്റ കരളാണ് കേട്ടോ, അല്ലാതെ 3 കരളല്ലത്, ഒരു കരളാണ്. പക്ഷെ അതിന്റെ വിഭിന്ന വകഭേദങ്ങളാണ് കാണിക്കുന്നത്. ഇതിന്റെ രൂപങ്ങൾ മാറ്റം, എക്സ്പ്രഷൻ മാറ്റം. നടന്മാർ മുഖത്തെ എക്സ്പ്രഷൻ മാറ്റില്ല, അതുപോലെ കരൾ എക്സ്പ്രഷൻ മാറ്റിയിരിക്കുക. എന്താണ്? ഇറ്റ് ഈസ് എ സ്പെസിഫിക് ആൻഡ് ഇമ്പോർട്ടന്റ് ഓർഗൻ കേപ്പബിൾ ഓഫ് ഇറ്റ്സ് റീകൺസ്ട്രക്ഷൻ. അതാണ്, ശരീരത്തിൽ ഒരു അവയവും റീകൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ട് വീണ്ടും സുതാര്യമായിട്ട് വരത്തില്ല. പക്ഷെ കരളിന് അങ്ങനത്തെ ഒരു വലിയ കാപ്പബിലിറ്റി ഉണ്ട്, റൈറ്റ്? അപ്പൊ അതെന്തുവാ ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാം, ചില ആൾക്കാർ കരൾ വിശേഷം തകരാറായി കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യപ്പെടും. അപ്പൊ ആരോഗ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കരൾ എടുത്തിട്ട് ഈ ഒരു ചെറിയ ഭാഗം അവിടുന്ന് പഴുതെടുത്തിട്ട് അതാണ് മറ്റേ വ്യക്തിയുടെ ശരീരത്തിൽ വെച്ച് കൊടുക്കുക. അല്ലാതെ ആ കരൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടാവില്ല, അതിന്റെ ഒരു ഭാഗം. അപ്പൊ ആ ഭാഗം മുറിച്ച് വ്യക്തിയുടെ കരൾ അവിടെ റീകൺസ്ട്രക്ട് ചെയ്യപ്പെടും. അതുപോലെ ഈ കഷ്ണം എടുത്തിട്ട് അനാരോഗ്യമായിട്ടുള്ള കരൾ മാറ്റിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് റീകൺസ്ട്രക്ട് ചെയ്യും. അതൊരു വലിയ വരദാനമാണ് ദൈവം തന്നിരിക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റിൽ കാണുന്ന കരള് ആരോഗ്യപരമായിട്ടുള്ള കരളാണ്. ഓക്കെ, അതില് നമ്മൾ പലതരത്തിലുള്ള ടോക്സിൻസുകള്, മദ്യങ്ങള്, പിന്നെ വിഷാംശങ്ങള്, പുകയിലകള് അടിച്ച് കയറ്റി അതിന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറ്റി. നോക്കൂ, ആ കരളിന്റെ സൈസും നടുവിലത്തെ കരളിന്റെ സൈസും തമ്മിലുള്ള വ്യത്യാസം നോക്കി. അത് നീർക്കെട്ടായിട്ട് ഇങ്ങനെ തടിച്ച് വീർത്ത ഒരു ലൈക്ക് ഇൻഫ്ലമേറ്റഡ് ലിവറായി മാറും. അപ്പൊ നിങ്ങളിങ്ങനെ കൂളായിട്ടിരിക്കുകയാണ്, ഒരാൾ 4-5 ആൾക്കാർ വന്ന് നിങ്ങളെ ഷറ എന്ന് പറഞ്ഞ അടിച്ചാൽ എന്തായിരിക്കും? നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറില്ലേ? അതുപോലെയാണ് ഇവിടെ കരളിന്റെ ഷേപ്പ് മാറിയിരിക്കുന്നത്. അവിടെ കാണാൻ കറുത്ത പാടുകൾ വന്നിരിക്കുന്നു, നീർക്കെട്ടുകൾ വന്നിരിക്കുന്നു. പക്ഷെ ലിവർ ഈസ് ലിവർ. എത്ര അടി കിട്ടിയാലും യജമാനെ സഹായിക്കാൻ വേണ്ടി സ്വയം ഏറ്റെടുക്കുകയാണ് എല്ലാം. അപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ? മൂപ്പർ പതുക്കെ സ്വമേധയാ പഴയ രൂപത്തിലേക്ക് രൂപാന്തരണം ചെയ്യും. കാരണം ഇതിങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി അധികാലം ജീവിക്കത്തില്ല. എന്റെ മുതലാളി പെട്ടെന്ന് മരിച്ചു, അതുകൊണ്ട് ഞാൻ പതിയെ തന്നെ പഴയയിലേക്ക് പോകട്ടെ. Now you can see over here. From here it has again gone back to the same level. ഇതും ഒന്ന് തന്നെയാണ്, റൈറ്റ്? ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു ആദ്യം. അതിനെ ഈ ദുരവസ്ഥയിലേക്കാക്കി. പക്ഷെ അത് സ്വമേധയാ തന്നെ പഴയ ഇങ്ങോട്ടേക്ക് പോയി. പക്ഷെ നമ്മൾ വെറുതെ വിടുകയും നമ്മൾ പിന്നെയും കൊടുക്കും, പിന്നെയും തന്നെ സംഭവിക്കും. അങ്ങനെ കൊടുത്ത് ഒരു പരുവത്തിലാക്കി അവസാനം കരള് പറയും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ദാസേ. ഓക്കെ, ഏതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞല്ലോ, മേക്കപ്പിന് ഒരു പരിധി ഇല്ലടേ. അതേപോലെ ലിവർ പറയും എനിക്കും അടി മേടിച്ചു വെക്കാൻ ഒരു പരിധിയില്ലേ. അപ്പോൾ അതിന്റെ സ്വഭാവം അങ്ങ് മാറും. അപ്പോൾ എന്താണ് സ്വഭാവം മാറുന്നത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, നൗ ലിവർ വർക്ക്സ്. ഇതൊന്നും ശ്രദ്ധിച്ചോളൂ എല്ലാവരും കേട്ടോ, സ്വഭാവത്തിന്റെ മാറ്റം ഇവിടുന്നാണ് സംഭവിക്കുന്നത്. ലിവർ വർക്ക്സ് ഈവൻ ആഫ്റ്റർ 75% ഓഫ് ഇറ്റ്സ് സെൽസ് ആർ ഡിസ്ട്രോയ്ഡ്. 75%-ലേക്കാളും കൂടുതൽ സെൽസ്, ലിവർ സെൽസ് നശിച്ചു പോയാലും ലിവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഒരു നല്ല നന്മ ലിവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുവശം ഒരു ചെറിയ ദോഷവും ഒളിപ്പിച്ചിരിക്കും. എന്താണത്? നമുക്കൊന്നും നമ്മളുടെ ലിവറിന്റെ കണ്ടീഷൻ എന്താന്ന് പോലും അറിയുന്നുണ്ടാവും. കാരണം 75% ലിവർ സെൽസ് പോയി കിടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് സ്റ്റിൽ വർക്ക്സ്. കരൾ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 75% പോയി കിടക്കുകയാണ്, 25 ബാക്കിയുള്ളൂ. പക്ഷെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കൊണ്ട് നമുക്ക് വലിയ അഹംഭാവ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഐ ആം സ്റ്റിൽ അലൈവ്. യുനോ, ചില ആൾക്കാരോട് ഡോക്ടർമാർ പറയും, ഇനി നിങ്ങൾ ഈ
വക സാധനങ്ങൾ ഒന്നും കഴിക്കരുത്, ഒന്നും തുടരുത് കേട്ടോ. മൂപ്പർ തിരിച്ച് വീട്ടിൽ വരും, മൂപ്പർക്ക് തോന്നുന്നു ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 75% പോയി കിടക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. അങ്ങനെ വീണ്ടും തുടങ്ങുക. വൺസിനെ ബ്ലൂമൺ കഴിക്കുന്നതിന് എന്താ? അപ്പൊ ഈ വീണ്ടും അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അനാരോഗ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ, പാനീയങ്ങളും കഴിക്കും. അപ്പൊ ലിവറിന് ഒരു പരിധി ഉണ്ടാവും. അവസാനം ലിവർ അങ്ങോട്ട് ഒരു പണി പഠിക്കും. അത് കാണിച്ചു തരാം. സോ ദ സിംറ്റംസ് ഓഫ് ഡാമേജ് ആർ നോട്ട് നോൺ സൂൺ. അതാണ് വേറെ പ്രശ്നം. 75% സെൽസ് ഡാമേജ് ആയാലും ഇറ്റ് സ്റ്റിൽ കീപ് ഓൺ വർക്കിംഗ്. ആൻഡ് വെൻ ഇറ്റ് സ്റ്റിൽ കീപ്സ് ഓൺ വർക്കിംഗ്, ഇതിന്റെ ഡാമേജ് നമുക്കറിയത്തില്ല. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വ്യക്തി എന്ത് സഹിച്ചിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അതങ്ങ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും, നടക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ പണി കൊടുക്കും. ഹരിശേഷകം പറഞ്ഞ പോലെ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുണി കൊണ്ടുതരാം, ഞാൻ എന്താ ഭൂതം, അതുപോലെ ഭൂതമാക്കി മാറ്റും. ലിവറിനെയും അങ്ങനെയാണ് ആക്കി വെക്കുന്നത്. അവസാനം ലിവർ പണി തരും. ഓക്കെ, ഇനി ഇത് നോക്കിക്കോളൂ. ഇത് ഒരു മദ്യത്തിന്റെ മാത്രം ഒരു വിശേഷണമായി കണക്കാക്കണ്ട. ശരീരത്തിൽ അമിതമായിട്ട് ടോക്സിൻസ് പോയാലും കാണിക്കുന്ന സംഭവമാണിത്. എന്താണിത്? ഹെൽത്തി ലിവർ ട്രാൻസ്ഫോംസ് ഇൻ ടു ഫാറ്റി ലിവർ. എന്താണ് ഈ ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെൽത്തി ലിവർ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ലിവറിലെ എല്ലാ സെൽസുകളും വളരെ ഹെൽത്തിയാണ്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ എന്താണ്? ലിവറിന്റെ പ്രവർത്തന ക്ഷമത കുറഞ്ഞപ്പോൾ, ഇതിന്റെ ഡിറ്റോക്സിഫിക്കേഷൻ കാപ്പസിറ്റി കുറഞ്ഞപ്പോൾ, ഇതിന്റെ ഓരോ സെൽസിലും ഫാറ്റ് വന്ന് അടിയാൻ തുടങ്ങും. കാരണം എന്താ? ഫാറ്റ് ഡൈജഷൻ ആവുന്നില്ല. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അതുകൊണ്ട് ഓരോ സെൽസിലും, കരളിന്റെ ഓരോ സെൽസിലും ഫാറ്റ് വന്ന് ഡിപ്പോസിറ്റ് ആയി തുടങ്ങും. ഫാറ്റ് വന്ന് ഡിപ്പോസിറ്റ് ആയി തുടങ്ങുമ്പോൾ ലിവറിന്റെ അകത്ത്, ഞാൻ S5 ഒക്കെ പറയുന്ന ന്യൂട്രിചാർജ് S5 പറയുമ്പോൾ പറയാറുണ്ട് നിങ്ങളോട്, ആ ഫ്ലൂ വൈറസിന്റെ ലോഡ് സെൽസിൽ കയറുമ്പോൾ സെൽസ് നശിക്കുന്നു. അങ്ങനെ ഓരോ സെൽസിനെ നശിപ്പിച്ചിട്ടാണ് നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്. ഇവിടെയോ എന്താ സംഭവിക്കുന്നത്? ഈ സെല്ലിന്റെ അകത്തോട്ടേക്ക്, ലിവറിന്റെ സെല്ലിന്റെ അകത്തോട്ടേക്ക് ഫാറ്റ് കൂടുന്നു. ഫാറ്റ് കൂടി 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 ഓരോ സെൽസിന്റെ അകത്തും ഫാറ്റ് അക്യുമുലേറ്റ് ആകുന്നു. അത് ശരിക്ക് ഡൈജഷൻ ആവുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ആ ഫാറ്റിൻ, ലിവർ ഓരോ സെൽസും വളരെയധികം ഫാറ്റ് കൊണ്ട് നിറയുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആ ലിവർ ടോട്ടാലിറ്റിയിൽ പോകുമ്പോൾ ഫാറ്റി ലിവറായി മാറും. അങ്ങനെ ഫാറ്റി ലിവറായി മാറിക്കഴിഞ്ഞാൽ ആ ലിവറിന് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. റൈറ്റ്? സോ കണ്ടിന്യൂസ് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ കോസസ് ഇൻഫ്ലമേഷൻ. അതാണ് നീർക്കെട്ട്. അമിതമായിട്ട് മദ്യം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ അമിതമായിട്ട് ടോക്സിൻസുകൾ ശരീരത്തിൽ കയറുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉളവാക്കും. അത് ലിവറിന് നീർക്കെട്ട് വരും. ഡാമേജ് ഇൻ ലിവർ സെൽസ്, അതാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ. ലിവർ സെൽസിനെ ഡാമേജ് ചെയ്യും. അപ്പൊ ലിവർ സെൽസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ദ ഫാറ്റ് സ്റ്റാർട്ട്സ് അക്യുമുലേറ്റിംഗ്. ഫാറ്റ് അവിടെ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടാൻ തുടങ്ങും. സോ ഹെൽത്തി ലിവർ ട്രാൻസ്ഫോംസ് ഇൻ ടു ഫാറ്റി ലിവർ. ഓക്കെ, ഇനി ഓരോന്നോരോന്നാക്കി നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. മേജർ കോസ് ഓഫ് ലിവർ ഡാമേജ് എന്താന്ന് നോക്കിയേക്കാം. സൈഡ് എഫക്ട്സ് ഓഫ് ടോക്സിൻസ്. മേജർ എന്താണ്? ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ പല രൂപേണ കയറുന്നുണ്ട്. ഒന്ന് ബാക്ടീരിയ വഴി കയറുന്നുണ്ട്, മെഡിസിൻസ് വഴി കയറുന്നുണ്ട്, കെമിക്കൽസ് യൂസ്ഡ് ഇൻ ഫുഡ് പ്രൊഡക്ട്സ് കയറുന്നുണ്ട്, ടുബാക്കോ പുകയില വഴി കയറുന്നുണ്ട്, ടോക്സിക് എലിമെന്റ് ഫ്രോം പൊല്യൂറ്റഡ് വാട്ടർ, എയർ ആൻഡ് എവറിത്തിങ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, എല്ലാ തുറകളിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുന്നു. റൈറ്റ്? ഇനി ബാക്ടീരിയയുടെ കാര്യം എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ ഫെർമെന്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. റൈറ്റ്? അപ്പൊ ഫെർമെന്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയ വന്ന് വീഴുകയാണ്. ബാക്ടീരിയ ആണ് അതിനെ ഫെർമെന്റ് ചെയ്യുന്നത്. വി നോ ഇറ്റ്, റൈറ്റ്? അപ്പൊ ഈ ബാക്ടീരിയ ഫെർമെന്റ് ചെയ്യുമ്പോൾ വാട്ട് ആക്ച്വലി ഹാപ്പൻസ്? വെരി വെരി സിമ്പിൾ തിങ്. അത് കൂടുതലായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് പ്രോബ്ലം ടു യുവർ ബോഡി. അതുകൊണ്ടാണ് പറയുന്നത് അധികമായിട്ട് പുളിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. അതായത് ഇപ്പൊ ദോശമാവ്, ഇഡ്ലി മാവ്, അപ്പം, അങ്ങനത്തെ പല മാവുകളും നമ്മൾ ഉണ്ടാക്കുന്നു. ഡബ് അതാണല്ലോ പിന്നീട് പുളിച്ച് നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ കഴിക്കുന്നത്. അമിതമായി പുളിക്കാതെ നോക്കണം. അതേപോലെ പാലിൽ തൈരിട്ടിട്ട് നമ്മൾ തൈരാക്കും, അതും അമിതമായി പുളിക്കാതെ നോക്കണം. ബിക്കോസ് ദ മോർ ഫെർമെന്റഡ് പ്രോഡക്ട്സ് ഇഫ് യു ടേക്ക്, അതൊന്ന് ടോക്സിനായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കയറും. ടോക്സിനായിട്ട് ശരീരത്തിൽ കയറുമ്പോൾ ആ ഫെർമെന്റഡ് പ്രൊഡക്റ്റ് കൊണ്ട് വരുന്ന ഏറ്റവും മാരകമായിട്ടുള്ള അസുഖമാണ് വാതരോഗം. നമ്മളെ നാട്ടില്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയില്, ഈ വാതരോഗം കൂടാനുള്ള ഏറ്റവും അധികം സാധ്യത ഉണ്ടാതിന്റെ കാരണം ഇങ്ങനത്തെ ഫെർമെന്റഡ് ഫുഡ് നമ്മളാണ് കൂടുതൽ കഴിക്കാറ്. പക്ഷെ അത് അമിതമായിട്ട് പുളിപ്പിക്കേണ്ടെന്ന് മാത്രം. പിക്ചർ ഈസ് വെരി ക്ലിയർ, ഐ വുഡ് സേ. റൈറ്റ്? അതുകൊണ്ടാണ് വാതരോഗമുള്ള വ്യക്തികൾക്ക് നമ്മൾ ന്യൂട്രിചാർജ് ബയോ ഏജ് ഒരു ഭാഗത്ത് കൊടുക്കുന്നത്. കാരണം ടോക്സിൻസ് ആണ്, അതിനെ വെളിയിലേക്ക് കളയാം. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് വിൽ സീ വാട്ട് ഈസ് ഗോയിങ് ടു ബി. ഇത് നോക്കൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഇന്നു മുതലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും.
മുകളിൽ കാണിച്ചിരിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള കരളാണ്. താഴെയോ ലിവർ ഫെയിലിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, സോ ബൈ ഡാമേജിങ് ലിവർ സെൽസ്, അതായത് നിങ്ങളുടെ സെൽസിൽ, ലിവറിന്റെ സെൽസിൽ നേരത്തെ കാണിച്ചല്ലോ ഫാറ്റി ലിവർ ആകുന്നത്, അവിടെ ഫാറ്റ് കൂടി 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 ആ സെൽസിനെ മുഴുവൻ ഡാമേജ് ആക്കി കഴിയുമ്പോൾ അത് പതിയെ 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 ലിവർ ഫെയിലിയറിലേക്ക് പോകും. കാരണം ഒരു പ്രവർത്തനം ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നാച്ചുറലി ഫെയിലിയറിലേക്കല്ലേ പോവുക. ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്, പഠിക്കുന്നില്ല, നോട്ട്ബുക്ക് എഴുതുന്നില്ല, ഒന്നുമില്ല. അപ്പൊ പഠിക്കാതെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നാച്ചുറലി ആ കുട്ടി തോൽക്കും എന്നുള്ള ഗ്യാരണ്ടിയാണ്. അതുപോലെയാണ് ഇവിടെ ലിവർ ഇസ് നോട്ട് പെർഫോമിങ് എനിത്തിങ്. അത് മാത്രമല്ല അതിന്റെ എല്ലാ സെൽസുകളും ഡാമേജ് ആയി പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ സെൽസുകളും ഡാമേജ് ആയതുകൊണ്ട് നാച്ചുറലി ഇറ്റ് വിൽ ലീഡ് ടു ലിവർ ഫെയിലിയർ. അത് മാത്രമല്ല മാരകമായിട്ടുള്ള സംഭവം, സെൽസിന് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ നമ്മൾ പലവട്ടം പഠിച്ചതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അതാണ് ലിവർ ഡാമേജ് ആകുന്നത്, സെൽസ് ഡാമേജ് ആകുന്നത്. സെൽസ് ഡാമേജ് ആകുമ്പോൾ ദാറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു കാർസിനോമിക് ഗ്രോത്ത്, അതായത് ക്യാൻസറസ് ഗ്രോത്ത്. ഇത് നോക്കി, ഇങ്ങനത്തെ ലിവറാണ്. ഇതാണ് ലിവർ ക്യാൻസർ. ലിവറിന് ക്യാൻസർ പിടിക്കപ്പെട്ട ഒരു ചിത്രമാണ്. ഇത് ഒറിജിനൽ ആണ് കേട്ടോ. ഇത് ഒറിജിനൽ ലിവർ ആണ്. ഇറ്റ് ഇസ് വെരി ഹെൽത്തി ആൻഡ് ദിസ് ഇസ് ദി ഡിസീസ്ഡ്, റൈറ്റ്? ഓക്കെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വെരി വെരി ഡേഞ്ചറസ്. അപ്പൊ ഈ കരൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അതിനൊരു വേർഡ് കിട്ടിയില്ല. ഓക്കെ, നെക്സ്റ്റ്. നൗ വിത്ത് ഇൻക്രീസിംഗ് ഏജ്, പ്രായാധിക്യം കൂടുമ്പോൾ, ഇനി വീണ്ടും ഞാൻ ആ ഇൻക്രീസിംഗ് ഏജിനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ. കാരണം അതൊരു മഹാദോഷകരമായിട്ടുള്ള വാക്യമെന്നാണ് എനിക്ക് തോന്നാറ്. കാരണം പ്രായം ഒരു നമ്പറാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരോഗ്യപരമായിട്ട് നിൽക്കുക. നിങ്ങൾ ആരോഗ്യപരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായം തോന്നിക്കത്തില്ല. പിന്നെ എന്താ ഇൻക്രീസിംഗ് ഏജ്? അത് എന്താണെന്ന് നമുക്ക് പിന്നീട് അവസാനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇൻക്രീസിംഗ് ഏജ് യു കീപ് ഇറ്റ് അപ്പ്. ഒരു സൈഡിലോട്ട് വെക്കുക. യു കീപ് യുവർ ബോഡി പെർഫെക്റ്റ്. അപ്പൊ നിങ്ങളുടെ ശരീരം വളരെ ആരോഗ്യപരമാണെങ്കിൽ പ്രായം എത്ര കൂടിയാലും നിങ്ങൾ ആരോഗ്യമായിരിക്കും. നിങ്ങളുടെ ശരീരം അൺഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രായം കുറഞ്ഞാലും നിങ്ങൾ മാരക രോഗിയും മാരക അനാരോഗ്യമായിരിക്കും. അപ്പൊ പിന്നെ ആ പ്രായം ഇസ് നോട്ട് എ ഫാക്ടർ, ഇറ്റ് ഇസ് ജസ്റ്റ് എ നമ്പർ, റൈറ്റ്? അപ്പൊ അതിനെ മാറ്റി നിൽക്കാം. ദ സൈസ് ഓഫ് ദ ലിവർ, ദി വർക്കിംഗ് കാപ്പസിറ്റി ആൻഡ് ദി എബിലിറ്റി ടു റീബിൽഡ് ഇറ്റ്സെൽഫ് ഡിക്രീസസ്. അപ്പൊ നിങ്ങളുടെ ശരീരം ആരോഗ്യപരമല്ലെങ്കിൽ ലിവറിന്റെ സൈസ് വ്യത്യാസം വരും. നിങ്ങൾക്ക് പ്രവർത്തനം, അതായത് നിങ്ങളുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് എല്ലാം തന്നെ കുറയാൻ തുടങ്ങും. അതുപോലെ ലിവർ സ്വമേധയാ റീകൺസ്ട്രക്ട് ചെയ്യേണ്ട, റീബിൽഡ് ചെയ്യേണ്ട കാപ്പസിറ്റിയും കുറഞ്ഞു പോകും. ഓക്കെ, ദിസ് ഇസ് വാട്ട്. നൗ ഇഫ് ദി എഫക്റ്റീവ് സൊല്യൂഷൻ ഈസ് നോട്ട് ഡൺ ഇമ്മീഡിയറ്റ്ലി, ഉടനടി അഥവാ നിങ്ങൾ ശരിയായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തിട്ടില്ലെങ്കിൽ വളരെ അധികം സീരിയസ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നോക്കൂ, ഇടതുഭാഗത്ത് കാണുന്നത് നല്ല ആരോഗ്യപരമായിട്ടുള്ള കരള്. അതുകൊണ്ട് നിങ്ങളെ ശരീരവും വളരെ ആരോഗ്യപരമാണ്. ഇവിടെ ആ കരൾ തന്നെ മാരകമായിട്ട് ഡാമേജ് ആയി. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ രൂപാന്തരണം നിങ്ങൾക്ക് കാണാം, റൈറ്റ്? ഇങ്ങനത്തെ ശരീരം ഇങ്ങനത്തെ ആയി മാറി എന്നുള്ളത് ആബ്സല്യൂട്ട്ലി ഡേഞ്ചറസ്, മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള കുടവയറുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അബ്ഡോമിനൽ ഫാറ്റ് വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെറ്റാബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ, ഇതെല്ലാത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ, ഞാൻ എല്ലാം പറഞ്ഞു തരും. അതേപോലെ നിങ്ങൾക്ക് സെൻട്രൽ ഒബേസിറ്റി ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് അത് കുറയ്ക്കണം. അത് കുറച്ചിട്ടില്ലെങ്കിൽ പ്രഷർ ലിവറിന്റെ മുകളിൽ വരും, പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. കാരണം ഇതെന്തെന്നാ, ഈ കുടവയർ എന്ന് പറഞ്ഞത്, സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയുന്നത്, മെറ്റാബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, അബ്ഡോമിനൽ ഫാറ്റ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്? നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ആ വയറിന്റെ ഭാഗത്ത് അബ്ഡോമിനിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞ് കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക? നാച്ചുറലി ലിവറിന് പണി കിട്ടും, ശരീരത്തിന് പല രൂപത്തിൽ പണി കിട്ടും. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. നൗ ഇനി ലിവറിന് ചെറിയ 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 മാറ്റങ്ങൾ കാണുമ്പോൾ, ലിവറിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ, അതായത് അനാരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സിഗ്നൽ തരാൻ തുടങ്ങും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗിവിംഗ് യു സിഗ്നൽസ്. അതെന്ത് സിഗ്നലാന്ന് നമുക്ക് നോക്കാം. ആദ്യമാണ് ലോസ് ഓഫ് എപ്പിറ്റൈറ്റ്. പക്ഷെ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തോന്നും, ഇതിന്ന് ഞാൻ കഴിക്കാത്തത് കൊണ്ട് സംഭവിച്ചായിരിക്കും. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കഴിച്ചപ്പോൾ എന്തെങ്കിലും അതിൽ കൂടെ ദഹിക്കാത്ത സംഭവം കയറി പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. സോ ലോസ് ഓഫ് എപ്പിറ്റൈറ്റ് എന്ന് പറയുമ്പോൾ വിശപ്പില്ലായ്മ എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് വിശപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലൈറ്റായി എടുക്കരുത്, ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. നമ്പർ 2, പെർസിസ്റ്റന്റ് ഫറ്റീഗ്. എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റിയാലും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, persistent fatigue, it is another signal that liver is giving to you
that you are not healthy. Next is nausea, തലകറക്കം, vomiting sensation. തലകറക്കത്തിനേക്കാളും കൂടുതൽ vomiting sensation ആണ്. അപ്പൊ ഈ vomiting sensation നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്താ പറയാ, ഇന്നലെ കഴിച്ചതിന്റെ പകരം ഇന്ന് രാത്രി ദഹിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും. ഇത് കാരണമാണോ? പക്ഷെ ഇത് കൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവസാനത്തെ ഡയറിയ, വല്ലാതെ വയറിളക്കം സംഭവിക്കുന്നു. കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താലും അന്നേരം വയറിളക്കം. റൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ മുഖത്തിന്റെ ചർമ്മം ഇച്ചിരി ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും, കറുത്തോണ്ട് വരും. അപ്പൊ ഇതൊക്കെ ലിവർ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സിഗ്നലുകളാണ്. അതായത് ഇനി എന്നെ സംരക്ഷിക്കും എന്റെ സുഹൃത്തെ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അത്രക്ക് മാരകമായിട്ടാണ് എനിക്ക് അടികിട്ടിക്കൊണ്ടിരിക്കുന്നത്, പ്ലീസ് ഹെൽപ്പ് മീ. ഇതാണ് ആ ലിവർ നിങ്ങൾക്ക് ഈ സിഗ്നൽ തന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. നൗ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം തന്നെ നമ്മളുടെ ഈ നാച്ചുറൽ, എന്താ പറയാ, നമ്മളുടെ ഈ പ്രകൃതിയിൽ ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബൊട്ടാനിക്കൽസ് അല്ലെ ബയോഗ്രീൻസ് നൽകിയിട്ടുണ്ട്, ഔഷധ സസ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ശരീരത്തിൽ കൃത്യമായിട്ട് കഴിച്ചാൽ പലതരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് നൽകും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം അറിയേണ്ടതാണ് മിൽക്ക് തിസൽ. ഓക്കെ. മിൽക്ക് തിസൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് എന്ന് പറഞ്ഞാല് ആ ചെടി നിങ്ങൾ പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ശരിക്കും വെള്ളമല്ല വരിക, ഒരു പാല് പോലെയാ വരിക. അതിനെ പാൽ ചെടി എന്ന് അതുകൊണ്ടാണ് പറയുന്നത്, മിൽക്ക് തിസൽ. ഓക്കെ. നെക്സ്റ്റ് എംബ്ലിക്ക. എന്താണ് എംബ്ലിക്ക? നെല്ലിക്ക. ദെൻ ഈഗിൾ മാമലോസ്, കൂവളമാണ്, ഭേൽ എന്നൊക്കെ പറയും മറ്റേ ഭാഷയിൽ. പിന്നെ ഡാൻഡിലിയോൺ, ജമന്തിയുടെ ഒരു രൂപമാണ്. അസാഡിറാക്ട, അതിന് വേപ്പാണ്. നൗ സീ ബക്തോൺ എന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള ഒരു ബെരിയാണ്. ഓക്കെ. അതൊരു ഓറഞ്ച് നിറത്തിലുള്ള ബെരിയാണ്. സാധാരണഗതിയിൽ നമുക്ക് കാണുന്നതൊക്കെ നമ്മൾ ഇവിടെയാണ്, ഇവിടെ ഹിമാലയൻ റീജിയനിലാണ്. ഏറ്റവും അധികം ലേ ലഡാക്ക് റീജിയനിലാണ് ഇത് കാണുക. അതൊരു പക്ഷേ പണ്ട് കടലിന്റെ അടിയിലായിരിക്കണം, അതുകൊണ്ടായിരിക്കണം സീ ബക്തോൺ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് യഥാർത്ഥ ഒരു മലയാളികര് പേരില്ല. ചില ആൾക്കാർ സമുദ്രകനി എന്നൊക്കെ പറയും, പക്ഷെ സമുദ്രം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ വി ആർ നോട്ട് വെരി ഷുവർ ദാറ്റ് യു കൻ ഗിവ് ദാറ്റ് നെയിം ടു ദീസ് പെർട്ടിക്കുലർ തിങ്. പക്ഷെ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സീ ബക്തോൺ ഓറഞ്ച് തരത്തിലുള്ള ഒരു നെല്ലിക്ക പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവനും, അതായത് മിൽക്ക് ചിസൽ, എംബ്ലിക്ക, ഈഗിൾ മോമലസ്, ഡാൻഡിലിയോൺ, അസാഡിറാക്ട ആൻഡ് സീ ബക്തോൺ, ഇതെല്ലാം തന്നെ ഒരു ഒന്നൊന്നര ആന്റി ഓക്സിഡന്റ് ആണ്, ലിവർ പ്രൊട്ടക്ടർ ആണ് ആൻഡ് ലിവർ ടോണിക് ആണ്. ഓക്കെ. അപ്പൊ കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും സംരക്ഷിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പൊ ലിവർ പ്രൊട്ടക്ടർ ആൻഡ് ലിവർ ടോണിക്, അതിന്റെയൊക്കെ പുറമെ ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. അപ്പോ ഈ ബയോഗ്രീൻസ് നമ്മൾ ശരീരത്തിലോട്ടേക്ക് കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം നൽകും. പ്രത്യേകിച്ചിട്ട് ടോക്സിൻസും ആൽക്കോഹോൾ വഴിയൊക്കെ കിട്ടിയിരിക്കുന്നത്. എല്ലാം ലിവറിന് പണി കിട്ടുന്ന ടോക്സിൻസും ആൽക്കോഹോൾ വഴി തന്നെയാണ്. Now, next is what? Let us see. Right. ഈ പറഞ്ഞിരിക്കുന്ന ബയോഗ്രീൻ when you take regularly, it will enhance the liverന്റെ cell remodeling. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സെൽസിനാണ് ദോഷം സംഭവിക്കുന്നത്. അപ്പൊ ആ സെല്ലിനെ റീമോഡലിംഗ് ചെയ്യും. അപ്പൊ സെല്ലിനെ റീമോഡലിംഗ് ചെയ്യണമെങ്കിൽ അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ കുറയ്ക്കണം. അതുകൊണ്ട് അത് ആന്റി ഓക്സിഡന്റും കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബയോഗ്രീൻ. റൈറ്റ്. അപ്പൊ ഇത് ശരിയായ അളവിൽ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് റിപ്പയർ ദ സ്ട്രക്ചർ ഓഫ് ലിവർ സെൽസ്. അപ്പൊ ലിവർ സെൽസിന്റെ സ്ട്രക്ചറെ അത് റിപ്പയർ ചെയ്യും. അത് മാത്രമല്ല, ഇറ്റ് വിൽ കീപ് ദം അലൈവ് ആൻഡ് വർക്കിംഗ്. അപ്പോൾ ലിവറിന്റെ സെൽസിനെ ജീവനോടെ സൂക്ഷിക്കും, അതുപോലെ തന്നെ വർക്കിംഗ് മോഡലാക്കി മാറ്റും. പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷമത അതിന് കൊടുത്തുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലിവറിനെ ചാർജ് ചെയ്യും. സോ ഇറ്റ് ഈസ് ചാർജിങ് ദ ലിവർ. അപ്പൊ ലിവർ ചാർജിങ്ങിന് മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നി മനോഹരമായിട്ട്. കാരണം ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ടുള്ള ചാർജിന്റെ എക്സാമ്പിൾ ഇനി വേറെ കൊടുക്കാനില്ല. റൈറ്റ്. സോ ചാർജ് യുവർ ലിവർ ഡെയിലി. മൊബൈലൊക്കെ ചാർജ് ചെയ്യാറില്ലേ? ലാപ്ടോപ്പുകളും മറ്റതൊക്കെ ചാർജ് ചെയ്യാറില്ലേ? ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടെങ്കിൽ അതിനെ ചാർജ് ചെയ്യാറില്ലേ? എന്താണ് നിങ്ങൾ ചാർജ് ചെയ്യാത്തത്? ചാർജ് ചെയ്യേണ്ട സാധനങ്ങൾ. പിന്നെ എന്തുകൊണ്ട് ശരീരത്തിനെ ചാർജ് ചെയ്യുന്നില്ല നമ്മൾ? സോ ദാറ്റ് നീഡ് ടു ബി ചാർജ്ഡ്. റൈറ്റ്. ഓക്കെ. നൗ ഇനി നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ബയോഗ്രീൻസ് അതിനെ ഒന്ന് വിശദീകരിച്ചിട്ടൊന്ന് നോക്കാം. എന്താ സംഭവം? സീ ബക്തോൺ ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഇതിനെ ഇങ്ങനെയാണ് കാണാനുണ്ടാവും. മഞ്ഞ നിറത്തിലുള്ള നെല്ലിക്ക പോലത്തെ ഒരു വരിയാണ്. ഇറ്റ് ഈസ് എ പവർ ഹൗസ് ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ് ആൻഡ് ന്യൂട്രിയൻസ്. ഒത്തിരി അധികം പോഷകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആണ്. ഒരു പവർ ഹൗസ് ആണ്. ഓക്കെ. അത് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ വെരി പവർഫുൾ ഹെർബ് വിച്ച് പ്രൊമോട്ട്സ് ഹെൽത്ത് ദി മോസ്റ്റ്. നിങ്ങളുടെ ആരോഗ്യം പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്നത്, പ്രത്യേകിച്ച് കരളിന്റെ കാര്യമാണ് പറയുന്നത്.
it helps you a lot. അതാണ് സീ ബക്ക്തോൺ, right? Now, Emblica, Nellika, what actually does? It is very useful antioxidant. Again, antioxidant. Okay. ആദ്യത്തേതും ആന്റി ഓക്സിഡന്റ്, രണ്ടാമത്തേതും ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റുകൾ ഒരു ഒത്തിരി ചേർന്നിട്ടാണ് പ്രവർത്തനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കോശങ്ങളെ എത്ര മനോഹരമായിട്ട് സംരക്ഷിക്കാൻ പറ്റും എന്റെ സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിച്ചു. Right? And you need to keep your cells intact. Cells intact ആയി നിൽക്കാത്തത് കൊണ്ടാണ് പലതരത്തിലുള്ള മാരക രോഗങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് അവസാനമായി വരുന്ന ക്യാൻസർ പോലും വരുന്നത് ശരീരത്തിലെ കോശങ്ങളെ ആരോഗ്യപരമായിട്ട് സംരക്ഷിക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, കോശങ്ങൾ എല്ലാ അവയവങ്ങളിലും ഉണ്ട്, ശരീരത്തിൽ ഉടനീള കോശം തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ആ അവയവത്തിലുള്ള കോശങ്ങൾക്ക് സംഭവിച്ച പ്രശ്നം നാം മനസ്സിലാക്കി. So keep your body cells intact. So it is a very useful antioxidant that reduces oxidative stress that occurs during aging. അപ്പൊ പ്രായാധിക്യം വരുമ്പോൾ, പ്രായം കൂടി പോകുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഏജിങ് പ്രോസസ്സ് കാണാൻ തുടങ്ങും, കോശങ്ങളിൽ ഏജിങ് പ്രോസസ്സ് കാണും. റൈറ്റ്? അപ്പോ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ സെൽസും പീക്കാവുന്നു, നിങ്ങൾ പ്രായാധിക്യം കൊടുക്കും. അപ്പൊ give antioxidant and reduce oxidative stress, and that is done by the Emblica. It develops body tissues. Body tissue ഉണ്ടാവും, കാരണം സെൽസിനെ സംരക്ഷിക്കാണല്ലോ. അപ്പൊ ബോഡി ടിഷ്യൂ ഉണ്ടാവും, ബിക്കോസ് സെല്ലിന്റെ ഗ്രൂപ്പാണ് ടിഷ്യൂ, ടിഷ്യൂയുടെ ഗ്രൂപ്പാണ് ഓർഗൻ, ഓർഗൻ ഗ്രൂപ്പാണ് ഓർഗൻ സിസ്റ്റം. സോ എനിത്തിങ് ഈസ് കണക്റ്റഡ് ആൻഡ് എവറിത്തിങ് ഈസ് കണക്റ്റഡ് വിത്ത് സെൽസ്. അപ്പൊ ബോഡി ടിഷ്യൂസിനെ അത് ഡെവലപ്പ് ചെയ്യും ആൻഡ് ഹെൽപ്സ് ഇൻ എക്സലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് റീബിൽഡിംഗ് സെൽസ്. അതുകൊണ്ട് എക്സലറേറ്റ് ചെയ്യും റീബിൽഡിംഗ്. നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ റീബിൽഡ് ചെയ്യാനുള്ള ആ ക്ഷമതയെ വളരെയധികം ഉത്തേജനപ്പെടുത്തുമെന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ ഒരു സെൽസും കേടാവില്ല എന്നാണ് പറയാൻ. റൈറ്റ്? നെക്സ്റ്റ് ഈസ് മിൽക്ക് തിസൽ. ഓക്കെ, ആയിരക്കണക്കിന് വർഷം മുതൽ ഇത് കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇറ്റ്സ് എ പ്രൂവൺ വൺ, ഇറ്റ്സ് എ പ്രൂവൺ പ്രോഡക്റ്റ്, എ പ്രൂവൺ ഇൻഗ്രീഡിയന്റ് ഓർ പ്രൂവൺ ഹെർബ് ദാറ്റ് ഇറ്റ് റിയലി ഹെൽപ്സ് ദി ലിവർ. എന്താ ചെയ്യുക? ഇറ്റ് പ്രിവെന്റ്സ് ദ ലിവർ ഡിസീസ് കോസ്ഡ് ബൈ ആൽക്കോഹോൾ ആൻഡ് ലിവർ ഇൻഫ്ലമേഷൻ. കരളിന്റെ നീർക്കെട്ട് കൊണ്ടും മദ്യം കൊണ്ടും ലിവറിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ ഇത് പ്രിവെന്റ് ചെയ്യുന്നു, അതിനൊരു പരിഹാരമായി നിൽക്കുന്നു. അതുമാത്രമല്ല, ലിവർ ഇൻഫ്ലമേഷൻ ഡ്യൂ ടു വൈറസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ്. ലിവറിൽ വരുന്ന നീർക്കെട്ട് വൈറസിന്റെ അതിപ്രസരം കൊണ്ടും ഇല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസ് ശരീരത്തിൽ കയറുന്നതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നതാണ് മിൽക്ക് തിസൽ എന്ന് പറയുന്ന പാൽച്ചെടി. റൈറ്റ്? Now, it also helps in repair the liver cells damaged by alcohol and toxic substances. അപ്പൊ മദ്യം കൊണ്ടും ടോക്സിക് സബ്സ്റ്റൻസ് കൊണ്ടും നിങ്ങളെ ലിവറിന്റെ സെൽസിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാൻ കൂടി സഹായിക്കും മിൽക്ക് തിസൽ. And in the process increases liver cells and reduces liver inflammation. അതുകൊണ്ട് ആരോഗ്യമായിട്ടുള്ള കരളിന്റെ സെൽസുകളെ എണ്ണം കൂട്ടുന്നു. അങ്ങനെയാകുമ്പോൾ അവിടെയുള്ള നീർക്കെട്ട് സ്വമേധയാ കുറഞ്ഞു പോകും. നോക്കൂ, എത്ര നല്ല ഇൻഗ്രീഡിയൻസുകളാണ്, എത്ര നല്ല റിസർച്ചുകൾ നടത്തിയിട്ടാണ് ന്യൂട്രിചാർജ് ഇങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻസിലേക്കൊക്കെ വന്നുപെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, ഗവനിക്കുന്നില്ലെങ്കിൽ അതിന് നമ്മൾ തന്നെയാണ് കുറ്റക്കാരൻ. റൈറ്റ്? നെക്സ്റ്റ് ഈസ് ഡാൻഡിലിയോൺ, ജമന്തിയുടെ ഒരു ഭാഗം. യൂസ് ടു റിമൂവ് ടോക്സിക് സബ്സ്റ്റൻസ് ഫ്രോം ദ ലിവർ. ലിവറിന്റെ അകത്ത് കൂടയോടെ വന്ന് നിന്നിരിക്കുന്നത്, അടിഞ്ഞു നിന്നിരിക്കുന്ന ടോക്സിൻസുകളെ തട്ടി വെളിയിലോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കും. And it is also used as diuretic to eject fluid deposits from the body. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വാട്ടർ റിട്ടൻഷൻ ആയാലും പ്രശ്നമാണ്. ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, കിഡ്നിക്കെല്ലാം പ്രശ്നം വരുമ്പോഴാണ് വാട്ടർ റിട്ടൻഷൻ, കാരണം യൂറിനേഷൻ ശരിക്കും നടത്തിക്കില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഈ വാട്ടർ റിട്ടൻഷൻ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ പ്രഷർ കൂടും. ഓക്കെ, അപ്പൊ ബ്ലഡ് പ്രഷർ കൂടുന്ന, ആദ്യമായിട്ടൊക്കെ ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള ആള് ഡോക്ടറൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടർ ഡയൂറിറ്റിക്സ് എഴുതി കൊടുക്കും. അപ്പൊ ഡയൂറിറ്റിക്സ് എഴുതി കൊടുത്താൽ എന്താ സംഭവിക്കുക വെച്ചാൽ യൂറിനേഷന്റെ പ്രോസസ്സ് നല്ല സുഗമമാവും, യൂറിനേഷന്റെ ആ ഒരു കാലാവധി ഒന്ന് കൂടും. അപ്പം കൂടുതൽ നേരം യൂറിനേഷൻ ചെയ്യുമ്പോഴും ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രഷറും കുറയും. അപ്പൊ ഡയൂറിറ്റിക് അങ്ങനത്തെ ഒരു പരിഹാരം. സോ ഡാൻഡിലിയൻ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ഡയൂറിറ്റിക് ടു ഇജക്ട് ദ ഫ്ലൂയിഡ് ഡെപ്പോസിറ്റ് ഫ്രോം ദ ബോഡി. അപ്പൊ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന ഫ്ലൂയിഡിന്റെ, ആ വെള്ളത്തിന്റെ അംശങ്ങളെ വളരെ സുഗമമായിട്ട് തള്ളി വെളിയിലോട്ടേക്ക് വിട്ട് ശരീരത്തിനെ ആരോഗ്യപരമായിട്ട് കാത്തു സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. And it also helps to improve liver and gallbladder function. ലിവറിന്റെ ഫംഗ്ഷനും ഗോൾ ബ്ലാഡറിന്റെ ഫംഗ്ഷനും വളരെയധികം നല്ല രൂപത്തിൽ കൊണ്ടുപോകാനും ഇത് സഹായിക്കും. ഗോൾ ബ്ലാഡറിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, ഇറ്റ് ട്രാൻസ്ഫോംസ് ദ ഡൈല്യൂട്ടഡ് ബൈൽ ജ്യൂസ് ഇൻടു കോൺസെൻട്രേറ്റഡ് ബൈൽ ജ്യൂസ്. അതാണ് അതിന്റെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ വളരെ സുതാര്യമാകും. ആ ഫംഗ്ഷൻ സുതാര്യമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഡൈജഷൻ വളരെ ഗംഭീരമായിട്ട് നടക്കുമെന്നുള്ളത് യാതൊരു. Now, Azadirachta, വേപ്പാണ്. What actually do? It drives the immune system. നിങ്ങളെ രോഗപ്രതിരോധ ശക്തിയെ ഉത്തേജനപ്പെടുത്തും. ഓക്കെ, ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ലിവർ ഫംഗ്ഷൻ.
കരളിന്റെ ആ ഫംഗ്ഷൻ, കരളിന്റെ പ്രവർത്തനങ്ങൾ നല്ല സുതാര്യമാക്കും. റിമൂവ്സ് ടോക്സിക് സബ്സ്റ്റൻസസ് ഫ്രോം ദ ബ്ലഡ്. രക്തത്തിൽ നിന്നുള്ള ടോക്സിൻസുകളെ വെളിയിൽ കളയും. നോക്കൂ എത്ര മടങ്ങ് പണിയാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് പ്രൊമോട്ട്സ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഡൈജസ്റ്റീവ് ഹെൽത്ത്. നിങ്ങളുടെ ദഹന പ്രക്രിയയും നിങ്ങളുടെ ശ്വസന പ്രക്രിയയും സുഗമമാക്കിയ മാറ്റും. ന്യൂട്രിചാർജ് S5 വേപ്പ് ചേർത്തതിന്റെ ഗുണങ്ങൾ നമ്മൾ അവിടെ പഠിച്ചതല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വേപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും ഇതിന് സാധിച്ചു കിട്ടിയത്. സോ ദ കോർണർ സ്റ്റോൺ ഓഫ് എ ഹെൽത്തി ബോഡി ഈസ് എ പെർഫെക്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നിങ്ങളുടെ ദഹന പ്രക്രിയ, അതാണ് എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കുന്നത്. ദഹന പ്രക്രിയ മോശമാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള അനാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ആദ്യം നിങ്ങൾ സംരക്ഷിക്കേണ്ടത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്, ഡൈജഷനാണ്. അതിനെ കാത്ത് സൂക്ഷിച്ചാൽ ബാക്കിയെല്ലാം സുതാര്യമാവും, ബാക്കിയെല്ലാം ആരോഗ്യകരമാവും, ബാക്കിയെല്ലാം നല്ലതാണ്. യു നോ വൈ? ബിക്കോസ് ഇഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് റോങ്, എല്ലാ സിസ്റ്റമും അതിനോട് കണക്റ്റഡ് ആവും. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഗട്ട് അൺഹെൽത്തി ആയാൽ യു ആർ ഗോൺ. അത്രേ പറയാം. സോ കറക്റ്റ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കറക്റ്റ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ഉടനടി പോകുന്നു, ടോയ്ലറ്റിൽ അത് കളയുന്നു, പിന്നെയും കഴിക്കുന്നു. ഓ ഫാന്റാസ്റ്റിക്, കഴിക്കുന്നു കളയുന്നു, കഴിക്കുന്നു കളയുന്നു. നല്ല മോഷനാണ് സർ, നല്ല ദഹനമാണ് സർ, നല്ല ശോധനയാണ് സർ. അൺഫോർച്ചുനേറ്റ് ആണ്. അങ്ങനെ ഏതെങ്കിലും വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോളും. കാരണം അത് തീരെ ആരോഗ്യപരമായിട്ടുള്ള കാര്യമല്ല. സോ കറക്റ്റ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദി അബ്സോർപ്ഷൻ ഓഫ് ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻസ് ഇൻ ദ ബോഡി ആൻഡ് ദ റിമൂവൽ ഓഫ് വേസ്റ്റ്. ഭക്ഷണം കഴിക്കുന്നു, അത് ശരീരം വലിച്ചെടുക്കുന്നു, അത് വലിച്ചെടുത്ത് നല്ല നല്ല സാധനങ്ങൾ ശരീരത്തിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ആയിട്ടുള്ള അനാരോഗ്യ സാധനങ്ങളെ കളയുന്നു. അതാണ് കറക്റ്റ് ഡൈജഷൻ അല്ലെങ്കിൽ ട്രൂ ഡൈജഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയുള്ള ന്യൂട്രിയൻസ് ബ്രേക്കപ്പ് ആവണം, ഡൈജഷൻ ആവണം. ഇപ്പൊ നിങ്ങൾ ഫാറ്റ് കഴിച്ചു, നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചു, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ഈ മൂന്നെണ്ണം എടുത്ത് പറഞ്ഞത്? ദീസ് ആർ ഓൾ മാക്രോ ന്യൂട്രിയൻസ്. ശരീരത്തിൽ കൂടുതൽ വേണ്ട ന്യൂട്രിയന്റ് ആണ്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഇത് ഗ്രാംസിലാണ് കണക്കാക്കാന്നൊക്കെ നമ്മൾ പണ്ടേ വർഷം കേട്ടവർക്ക് അറിയാം. സോ ഫാറ്റ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ പോയിട്ട് പ്രവർത്തിക്കത്തില്ല. ഫാറ്റ് കഴിച്ചു, ഫാറ്റ് പ്രവർത്തിച്ചു, പ്രോട്ടീൻ കഴിച്ചു, പ്രോട്ടീൻ നോ, ഇറ്റ് നീഡ്സ് ടു ബി ഡൈജസ്റ്റഡ്. ഫാറ്റ് ഡൈജസ്റ്റ് ആവണം, പ്രോട്ടീൻ ഡൈജസ്റ്റ് ആവണം, കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആവണം. അങ്ങനെ ഡൈജസ്റ്റ് ആവണമെങ്കിൽ അതിന് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ശരീരത്തിൽ ശരിയായ അളവിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ദഹന പ്രക്രിയ ഉണ്ടാവും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം, ഒരു റഫ് ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. യു ഹാവ് ടേക്കൺ ദ കാർബോഹൈഡ്രേറ്റ്, അതാണ് അവിടെ ഷുഗർ എന്ന് കാണിച്ചിരിക്കുന്നത്. ആ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിച്ചപ്പോൾ അത് ഗ്ലൂക്കോസ് ആയി മാറണം, എന്നാൽ അത് ശരീരത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എനർജി കിട്ടാൻ ചാൻസ് ഇല്ല. എനർജി കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസ് കിട്ടണം. പക്ഷെ ഗ്ലൂക്കോസും അവധിക്ക് കിട്ടണം. ഇത് ആവശ്യത്തിന് കൂടുമ്പോഴാണല്ലോ പിന്നെ അത് രോഗത്തിലേക്ക് മാറുന്നത്. അപ്പൊ അമിതമായാൽ എന്തും വിഷമാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ അമിതമായിട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ വേവിലാതി നമുക്കില്ല. പക്ഷേ ശരീരത്തിൽ എല്ലപ്പോഴും കുറവായി നിൽക്കുന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ്, മിനറൽസ് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് വേവിലാതിയാണ്. സാർ ഇത് അധികമായാലും ശരീരത്തിൽ കുഴപ്പമുണ്ടാക്കില്ലേ എന്ന് നമ്മൾ പറയും. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, അത് പല എൻസൈമുകളിൽ കൂടെ അത് ഡൈജസ്റ്റ് ആയിട്ട് അത് ഗ്ലൂക്കോസ് ആയി മാറും. സൂക്രോസ്, മാൾട്ടേസ്, ലാക്ടേസ്, അതൊക്കെ ആ എൻസൈമുകൾ കൂടെ അത് ഡൈജസ്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ആയി മാറുന്നു. ആ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് പോകുന്നു, അത് നിങ്ങൾക്ക് എനർജി തരും. ആ ഗ്ലൂക്കോസ് ആണ് കോശങ്ങൾ വലിച്ചെടുക്കുന്നത് രക്തത്തിൽ കൂടെ. അപ്പൊ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് വരുമ്പോൾ നിങ്ങൾക്ക് എനർജി കിട്ടുന്നു. ഫാന്റാസ്റ്റിക്, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഡൈജഷൻ ആയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. റൈറ്റ്. നൗ ഇത് ഈ വ്യക്തിയുടെ ശരീരത്തിന്റെ ഈ ഭാഗം കണ്ടു, നിങ്ങളുടെയും ഈ ശരീരത്തിന്റെ ഭാഗത്ത് തന്നെയാണ് കരളുള്ളത്. അപ്പോൾ ഈ നിങ്ങളുടെ ശരീരത്തിന്റെ ഈ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥതകൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാവുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഒരു വർഷത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ LFT ചെയ്യണം. ഓക്കെ. ഇനി മദ്യവും സിഗരറ്റും പിന്നെ ഗുട്ക അങ്ങനത്തെ നല്ല എന്താ പറയുക ഹാബിറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവര് എന്തായാലും ഒരു 3 മാസം കൂടുമ്പോൾ ചെയ്യുന്ന നല്ലതാണ്. പക്ഷെ അതൊന്നും ചെയ്യേണ്ടത്. വെരി സിമ്പിൾ. അത്യാവശ്യത്തിന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രം ഈ പറഞ്ഞ സാധനങ്ങളെ സേവിക്കുക. എൻജോയ് ചെയ്യണം, ലൈഫൊക്കെ എൻജോയ് ചെയ്യണം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഡോണ്ട് ടേക്ക് ഇറ്റ്. വളരെ ഒരു സുഹൃത്തിന്റെ ബലത്തിൽ ഞാൻ പറയാണ്. ഓക്കെ. കാരണം നമ്മളെല്ലാവരും കരുതി എന്താണ്, ഇപ്പൊ ഒന്ന് പ്രതിജ്ഞ എടുത്തെന്താ, രാവിലെ ഒരാളുടെ കരളെങ്കിലും ഞാൻ സംരക്ഷിക്കും. ഞാൻ നിങ്ങളെ എല്ലാവരെയും കരൾ സംരക്ഷിക്കാൻ ഞാൻ അറിയിരിക്കും, ഒരാളെ മാത്രം. സോ ഐ ജസ്റ്റ് want to tell you that at times once in a blue moon enjoy life.
but you don't do that over ആകുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങളുടെ കയ്യിൽ നിൽക്കും. So you may not be able to enjoy anything in your life, right? അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. Okay, now decreased capacity for digestion and absorption of nutrients happens. Why? Due to the effect of aging. Forget about that. Toxins, smoking, alcohol, ഇതൊക്കെ നമുക്ക് ശരിയായ രൂപത്തിൽ ഡൈജസ്റ്റീവ് കാപ്പസിറ്റി കുറച്ചേരും. ആ ഡൈജസ്റ്റീവ് കാപ്പസിറ്റി കുറയ്ക്കുമ്പോൾ ശരിയായിട്ടുള്ള പോഷകതത്വങ്ങൾ ശരീരത്തിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക്, റൈറ്റ്? ഇതിന്റെ കാരണം ഒന്നും കൂടി ഉണ്ട്, ഡൈജസ്റ്റീവ് എൻസൈംസ് സിക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്റസ്റ്റൈനൽ ഫങ്ഷൻ കുറഞ്ഞു പോകും. ക്ലിയർ? അപ്പോ നമ്മള് രാവിലെ എണീറ്റ് തവിടെണ്ണ കുടിക്കാൻ പറയുന്നത്, എന്റെ ഈ വിവാഹത്തിലല്ലെങ്കിൽ ഞാൻ പറയാൻ തവിടെണ്ണ കുടിക്കാൻ പറയണം. ബിക്കോസ് ഇറ്റ് ഈസ് അതിന്റെ പല ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം. അപ്പൊ നിങ്ങൾ അത് കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ഗട്ടിനെ വളരെയധികം സുഖമായിട്ട് ബ്രഷ് പോലെ ക്ലീൻ ചെയ്ത് ഒരു ബ്രഷ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യില്ലേ, അതുപോലെ ക്ലീൻ ചെയ്തു. അപ്പൊ അവിടെ കെട്ടി കൂടി ഇരിക്കുന്ന പലതരത്തിലുള്ള ഈ ഫാറ്റുകൾ, പലതരത്തിലുള്ള അനാരോഗ്യപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടുന്ന് കഴുകി വെളിയിലേക്ക് പോകും. അപ്പൊ അവിടുന്ന് വെളിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടുത്തെ ചില ശുഷിരങ്ങളുണ്ടോ അതൊക്കെ അങ്ങ് തുറക്കപ്പെടും. ആ ശുഷിരങ്ങൾ വഴിയാണ് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് റിലീസ് ആവുന്നത്. അപ്പൊ ആ ശുഷിരങ്ങൾ വഴി പതിയെ വരികയും. അപ്പൊ ഞാൻ നിങ്ങളോട് ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിച്ചുടനെ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. കാരണം ഈ ശുഷിരങ്ങളിൽ നിന്ന് വളരെ വളരെ കുറവ് എമൗണ്ട് ആണ് ഡൈജസ്റ്റീവ് എൻസൈംസ് പല വ്യക്തികൾക്കും റിലീസ് ആകുന്നത്. കാരണം ഗട്ട് ഈസ് നോട്ട് വെരി ക്ലീൻ. അപ്പോൾ ചെറിയ അളവിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഭക്ഷണം വരുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾ പിന്നെ വെള്ളം ഒഴിച്ചു, അപ്പൊ അത് വീണ്ടും ഡൈല്യൂട്ട് ആയി. അപ്പൊ ഡൈല്യൂട്ട് ആവുമ്പോൾ ഡൈജഷൻ പ്രോസസ് എഗെയിൻ ഗോസ് ഡൗൺ. അപ്പൊ ഡൈജഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് ശരീരം അങ്ങ് മാറും. ലിവറിന് ഒത്തിരി അധികം പ്രഷർ വരും, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, റെഡ്യൂസ് ഡൈജഷൻ അത് പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ഗട്ടിൽ, അതായത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ കാണാം, ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം, റൈറ്റ്? ഇതിന്റെ മുകളിൽ നിന്ന് എടുക്കുക. ഈസോഫാഗസ്, വായിൽ നിന്ന് തുടങ്ങുന്നു. ഈസോഫാഗസ് അന്നനാളി എന്ന് പറയാം മലയാളത്തിൽ. പിന്നെ സ്റ്റമക്ക്, then it enters, this is a duodenum, ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെയാണ് പാൻക്രിയാസിൽ നിന്നുള്ള ജ്യൂസ്, പിന്നെ ഇത് ഇവിടെ നിന്നുള്ള ലിവറിൽ നിന്ന് വന്നതും അതേപോലെ ഗോൾബിൽ നിന്നൊക്കെ വന്നത് സംഭവം എല്ലാം എടുത്തിട്ട് ഈ ഡ്യൂഡനത്തിലേക്ക് കൊടുക്കും. ഇവിടുന്നാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഈ ചെറിയ കുടൽ കണ്ടോ, ഇത് ഈ ലെൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല. അത് വളരെ ആരോഗ്യപരമായിട്ടുള്ള ബാക്ടീരിയാസ് അതിൻ്റെ അകത്ത് പാട്ട് പാടി നടക്കുക, ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ക്രിസ്മസ് ആയതുകൊണ്ട് ഉണ്ടോ. So what actually happens is ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നീഡ് ടു ബി വെരി ഹെൽത്തി. ഇവിടെ ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ഈ കാണിച്ചിരിക്കുന്ന നല്ല ബാക്ടീരിയസിനെ നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോബയോട്ടിക്കിനെ ആരോഗ്യപരമായിട്ട് വെക്കണമെങ്കിൽ യു നീഡ് ടു ഗിവ് ഇറ്റ് പ്രീബയോട്ടിക്. അപ്പൊ പ്രീബയോട്ടിക് കൊടുത്തോണ്ടിരിക്കുക, പ്രോബയോട്ടിക് ആരോഗ്യമായിരിക്കും. ശരിയായിട്ടുള്ള കളറിന്റെ പ്രൊപോർഷൻ ഉണ്ട്. ലിവർ ഫംഗ്ഷൻ ഈസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. സോ യു ഗെറ്റ് ഓൾ ദീസ് enzymes and all these juices very perfectly. ശരിയായിട്ട് ഡൈജഷൻ പ്രോസസ് ഇവിടെ നടക്കുന്നു. അതിനുശേഷം ഇതിൽ വലിയ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും, ലാർജ് ഇൻറ്റസ്റ്റൈൻ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് കൊളോൺ. അവിടെ അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നു. പിന്നെ ഇവിടെ നിന്നാണ് ശരീരത്തിൽ വലിച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഒരു മൊത്തം ഫാക്ടറി, നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഈ ഫാക്ടറി ആരോഗ്യപരമായിട്ട് നിൽക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. കാരണം ഇത് അനാരോഗ്യമായി കഴിഞ്ഞാൽ ശരീരം മൊത്തം അനാരോഗ്യത്തിലേക്ക് വഴുതി വീഴും. സോ ഇമ്പോർട്ടൻസ് ഓഫ് സപ്പോർട്ടിംഗ് ബാക്ടീരിയ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാട്ട് ഇസ് ദാറ്റ്? ഗട്ട് ഫ്ലോറ ഓർ probiotic, right? Innumerable supporting bacteria in our intestine help for digestion and absorption. And keeps intestinal membrane healthy. അതുകൊണ്ട് ഇതിന്റെ മെംബ്രെയിനുകളും വളരെ ആരോഗ്യപരമായിരിക്കും, മനസ്സിലല്ലേ? സോ പ്രിവെന്റ് ടോക്സിൻസ് എൻറ്ററിംഗ് ദ ബോഡി. അപ്പൊ ഈ മെംബ്രെയിൻ നല്ല ആരോഗ്യപരമായതുകൊണ്ട് ഈ സ്ഥലത്തിൽ നിന്നുള്ള ടോക്സിൻസുകളുടെ എൻട്രി ടു ദ ബോഡി വിൽ ബി സ്റ്റോപ്ഡ്. കാരണം ഫൈബറും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുമാതിരി ഫൈബർ ജെല്ലായിട്ട് ക്രിയേറ്റ് ആയി. പിന്നെ നമ്മളുടെ ഗട്ട് ഫ്ലോറ മോശമാവാനുള്ള ഏറ്റവും വലിയ കാരണം ഈ കാണിച്ചിരിക്കുന്ന രണ്ടെണ്ണമാണ്, ആൽക്കോഹol ആൻഡ് ടുബാക്കോ. ഇത് രണ്ടുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അമിതമായിട്ട് എടുക്കരുത്. അത്യാവശ്യത്തിന് എപ്പോഴെങ്കിലും നിങ്ങൾ തീരെ എടുത്തിട്ടില്ലെങ്കിൽ വളരെ നല്ല തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും എടുക്കുന്ന ചില ആൾക്കാർ, ആസ്വദിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അവർക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞത്, ജസ്റ്റ് ഫോർ ദി എന്റർടൈൻമെന്റ് സേക്ക് യു ടേക്ക്, ജസ്റ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ കില്ലിങ് യുവർ സെൽഫ്, അത്രേ പറയും. Now, digestive enzymes ഉണ്ടോ? ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഡൈജസ്റ്റീവ് എൻസൈംസുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഫൈറ്റേസ്, ഡയസ്റ്റേസ്, ഓൾ ഏസ്. സോ അതൊക്കെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈമുകളാണ്. സോ ഇത്രയും ഡൈജസ്റ്റീവ് എൻസൈം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഇതൊക്കെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളെ ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുന്നതും കൂടിയാണ്. ഓക്കെ, റൈറ്റ്. നൗ ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മുടെ ശരീരത്തില് ഡൈജഷനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യും. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി. സപ്ലൈ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈം മേ ഇംപ്രൂവ് ഡൈജഷൻ ആൻഡ് ഇംപ്രൂവ് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ. അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈം കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ദി എൻസൈം ഹസ് കം, അതാണ് നീല കളർ. ഓക്കെ,
ഈ നിങ്ങൾ കഴിച്ചിരിക്കുന്ന സബ്സ്ട്രേറ്റ്, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു, അതിൽ നിന്ന് കിട്ടിയ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം, കാൽഷ്യം ഒന്നുമില്ല, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അല്ല, അതൊക്കെ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഇൻ എ ഫങ്ഷണൽ മൂഡ്, അത് കാര്യക്ഷമതയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ എന്താ ചെയ്യുക? ഈ എൻസൈമിലേക്ക് അത് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ ഓരോ എൻസൈം ഓരോ പദാർത്ഥങ്ങളെ ഡൈജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതായത് ഒരു താക്കോലിന് ഒരു കീ അല്ലെ, വൺ ലോക്ക് ആൻഡ് എ കീ. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഉള്ള കീ മാത്രമേ ആ ലോക്കിനെ തുറക്കൂ. ഒരു ഒറ്റ കീ കൊണ്ട് എല്ലാ ലോക്കുകളും നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. എല്ലാ ലോക്കിനും ഒരു തരം കീ ഉണ്ട്. അതാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഈ പറയുന്ന പോഷക തത്വങ്ങളെ ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു തരം കീ ആയിട്ടുള്ള എൻസൈമുകൾ. ഒരു എൻസൈം വന്നിട്ട് എല്ലാത്തിനെയും അങ്ങ് ഡൈജസ്റ്റ് ചെയ്തില്ല, റൈറ്റ്? അപ്പോ അത് അങ്ങനത്തെ ഒരു കീ ഹോൾ ഉണ്ടാവും കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ. അപ്പൊ അതാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് സൈറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അത് ഏത് എൻസൈമിനുള്ളതാണോ ആ എൻസൈം ഏത് സബ്സ്റ്റേറ്റ് ഉള്ളതാണോ അത് വന്ന് അതിലേക്ക് ആക്ട് ആവും. കണ്ടോ? അതിലേക്ക് വന്ന് ആക്ട് ആവും. ആക്ട് ചെയ്യുമ്പോൾ എന്താവും? അതിനെ ഈ റിയാക്ഷൻ കൊണ്ട് ഈ എൻസൈം അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. ഡൈജസ്റ്റ് ചെയ്യുന്നിട്ട് ഈ സബ്സ്ട്രേറ്റിനെ വിഘടിപ്പിച്ചിട്ട് ശരീരത്തിൽ അത് വലിച്ചെടുക്കുന്ന പരുവത്തിലേക്ക് കൊണ്ടുവരുന്നു, വിച്ച് ബേസിക്കലി ഈസ് നീഡഡ് ബൈ ദ ബോഡി. അതാണ് ഈ സബ്സ്ട്രേറ്റോടെ ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആയി മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദിസ് സബ്സ്ട്രേറ്റ് വാസ് എ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഇറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് lipase, then all those protease, lipase alla, in fact the sucrase, maltase, adilekku adu attack avunu and it changes into glucose. Adana end product. So this is what actually adonu korchu vishadikarichu parchanu maathram. Now digestive enzyme lipase. Okay, lipase is an enzyme that dissolves fatty acids into glucose and glycerin. Then papain, the proteolytic enzyme. Proteolytic enzyme എന്ന് പറഞ്ഞാൽ protein loving enzyme. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ this protein loving enzyme will come, അല്ലാതെ lipase വരില്ല ഇവിടെ. അപ്പോൾ protein loving enzyme, this proteolytic enzyme will go over there, and peptidase ഒക്കെ പറയുന്നത് അതൊക്കെ വന്നിട്ട് ശരിക്ക് ഡൈജസ്റ്റ് ചെയ്തു പ്രോട്ടീനെ. അപ്പൊ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് ദോസ് 9 essential amino acids which is required by the body. അപ്പോൾ 9 essential amino acids കിട്ടും. ഈ 9 essential amino acids ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾക്കും സഹായിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അങ്ങ് വിടുകയാണ്. പിന്നെ ആൽഫ ഗലാക്ടോസിഡേസ് എന്ന് പറയുന്ന സംഭവം. ആൽഫ ഗലാക്ടോസിഡേസ് എന്താണ്? വളരെ ഹാർഡായിട്ട് ഡൈജഷൻ പ്രോസസ്സിനെ വളരെ സ്ലോ ആക്കുന്നത്. അതായത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വല്ലാതെ ഡൈജഷന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ആ ഹാർഡ് ടു ഡൈജസ്റ്റ് സബ്സ്റ്റാൻസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈമാണ് ആൽഫ ഗലാക്ടോസിഡേസ്, റൈറ്റ്? അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ മൈദ കൊണ്ടുള്ള സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ റെഡ് മീറ്റുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, ബീഫ്, മട്ടൺ ആൻഡ് ചിക്കൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, റെഡ് മീറ്റ് എന്നാണ് ബേസിക്കലി, ചിക്കൻ എന്നാലും സോഫ്റ്റ് ആണ്. റെഡ് മീറ്റ് ആയിട്ട് മട്ടൺ ആൻഡ് ബീഫ് ഒക്കെ ആണെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം അധികം വേണം. അതിനു വേണ്ടിയിട്ടുള്ള ആൽഫ ഗലാക്ടോസിഡേസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. നൗ ബയോഗ്രീൻസ് ഈ ഡൈജഷൻ ഉള്ള ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ളതാണ് അസാഡിരാക്ട, ഈഗലോ, ത്രിക്കട്ടു ആൻഡ് എംബ്ലിക്ക. ഓക്കെ, അസാഡിരാക്ട നമുക്ക് മനസ്സിലായി വേപ്പാണ്, എംബ്ലിക്ക നമുക്ക് മനസ്സിലായി നെല്ലിക്കയാണ്, ത്രിക്കട്ടു എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള എലിമെന്റ്സുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇഞ്ചി, കുരുമുളക്, തിപ്പല്ലി, ഇത് 3 ഉണ്ടാവും. പിന്നെ ഈഗലോ, വെയിൽ അല്ലെങ്കിൽ കൂവളം, റൈറ്റ്? ഇത്രയും കാര്യം. അപ്പൊ ഈ ഇതിലുള്ള കൂവളം, ഈഗലോ മാമുലസ്, വാട്ട് ആക്ച്വലി ഡു? ഇറ്റ് ഹെൽപ്സ് ഇൻ പ്യൂരിഫൈങ് ബ്ലഡ്, രക്തത്തിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ടോക്സിക് സബ്സ്റ്റൻസ് ഫ്രോം ദ ബോഡി. നിങ്ങളുടെ ശരീരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെ തള്ളി വെളിയിലോട്ടേക്ക് വിടാൻ സഹായിക്കുന്നു. റെഡ്യൂസസ് ലിവർ ആൻഡ് കിഡ്നി സ്ട്രെസ്. അപ്പോ ഇതും ടോക്സിൻസിനെ തള്ളി വെളിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ലിവറിന്റെ മുകളിലും കിഡ്നിയുടെ മുകളിലുള്ള പ്രഷർ സ്വമേധയാ കുറയുമെന്ന് ഗ്യാരണ്ടി ആയല്ലോ. കാരണം ഇത് രണ്ടുമാണല്ലോ ടോക്സിൻസിനെ വെളിയിൽ തള്ളാൻ സഹായിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരു 2-3 ആൾക്കാരുടെ സഹായത്തിനും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ സുതാര്യമായിട്ട് ചെയ്യാൻ പറ്റും, വളരെയധികം സ്ട്രെസ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ലിവറും കിഡ്നിയുടെ സ്ട്രെസ് കുറഞ്ഞു പോയത്. കാരണം ഈ പറയുന്ന ഈഗലോ മാമുലസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കും, രക്തത്തിനെ ശുദ്ധീകരിച്ചു. നൗ ബാക്കി 3 അസാഡിരാക്ട, എംബ്ലിക്ക ആൻഡ് ത്രിക്കട്ടു, അതിൽ 3 ഉണ്ട്. അപ്പൊ ടോട്ടൽ 5 ഉണ്ടായി. കുരുമുളക്, ഇഞ്ചി ആൻഡ് തിപ്പല്ലി. ഇത് ദഹന പ്രക്രിയ ഇല്ലാത്തത് മാറ്റുന്നു. ക്യൂർ ഇൻ ഡൈജഷൻ ആൻഡ് ഇംപ്രൂവ് ഡൈജഷൻ. അപ്പോ ദഹന പ്രക്രിയ ഇല്ലായ്മയിൽ നിന്ന് മാറ്റി നല്ലൊരു ദഹന പ്രക്രിയയുള്ള മനുഷ്യനായിട്ട് മാറ്റും. ആൻഡ് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ജേംസ് ആൻഡ് മൈക്രോബ്സ്. നിങ്ങളുടെ കുടൽമാലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാധ്യത, അത് ഡൈജഷൻ കുറഞ്ഞു പോകുമ്പോൾ ഉള്ള വേംസുകൾ, ജേംസുകൾ, മൈക്രോബ്സുകൾ, രോഗം ഉണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ചില കീടങ്ങൾ എന്നൊക്കെ വേണം പറയാം, അതൊക്കെ ഇല്ലാതെയാകും. ആൻഡ് it increases the secretion of digestive enzymes. ദഹന പ്രക്രിയക്ക് ആവശ്യമുള്ള ഡൈജസ്റ്റീവ് എൻസൈംസിനെ ഇൻക്രീസ് ചെയ്യും and secretion. Now lactobacillus, which is bifidobacterium, right? എന്താണ്? Okay, this is another probiotic, right?
which is very, very good for intestinal health, and that's called friendly bacteria. നോക്കിയ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഇത് വളരെ സിമ്പിൾ ആണ്. മനസ്സിലാത്ത ആൾക്കാർക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി കൊടുക്കാനാണ്. ഈ 2 വര കാണുന്നുണ്ട്, ഇതൊരു വര, അതുപോലെ ഇതൊരു വര. അപ്പൊ ഈ 2 വരയുടെ അകംഭാഗത്തിനെ നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടത്, സ്വപ്നത്തിൽ കാണുന്ന പോലെ നമ്മൾ അറിയില്ല, നിങ്ങളൊന്ന് കാണുക. എന്താണത്? അതാണ് ഇൻറ്റസ്റ്റൈൻ എന്ന് മനസ്സിലാക്കുക. കുടലാണെന്ന് വിചാരിക്കും, ചെറുകുടൽ. അപ്പൊ ചെറുകുടലിന്റെ അകത്ത് ഇങ്ങനത്തെ ഒത്തിരി പ്രോബയോട്ടിക്സ് ഉണ്ട്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ബാക്ടീരിയസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ. അപ്പൊ അവർക്ക് ആരോഗ്യമായി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രീബയോട്ടിക് കൊടുക്കേണ്ടി വരും. അപ്പൊ പ്രീബയോട്ടിക്കിന് വേണ്ടിയിട്ട് അത് റെഡി ആയി നിൽക്കുക. സോ വെൻ യു ഗീവ് പ്രീബയോട്ടിക്, ഇത് ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യപരമായിരിക്കും. അപ്പൊ നിങ്ങളെ ബാക്കി ഭക്ഷണങ്ങളെ ഇത് ശരിക്കിട്ടങ്ങ് പെരുമാറും. നല്ല ആരോഗ്യമാണെങ്കിൽ എത്ര ആൾ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം വരുമല്ലോ, അതുപോലെ. അതുകൊണ്ട് നിങ്ങളുടെ ദഹന പ്രക്രിയ വളരെ സുതാര്യമാവുന്നതാണ്. റൈറ്റ്. അത് മാത്രമല്ല, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയുടെ വളർച്ച ഇല്ലാതെയാകും. കാരണം ആരോഗ്യപരമായിട്ട് പ്രോബയോട്ടിക് നിൽക്കുമ്പോൾ ഈ അനാരോഗ്യമായിട്ട് വരുന്ന എല്ലാത്തിനെയും അടിച്ച് തമർക്കാൻ അത് പറ്റും. സോ പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്, what actually do? The primary benefit of probiotic bacteria and prebiotic elements is to help keep digestion healthy and maintain immunity. അപ്പോ ശരിയായ അളവിൽ നല്ല പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ശരീരത്തിൽ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദഹന പ്രക്രിയ വളരെയധികം നന്നാവും, ആരോഗ്യപരമായിട്ടുള്ള ദഹന പ്രക്രിയയാവും. അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയെ അത് ശരിക്ക് സംരക്ഷിക്കുമെന്നതാണ്. Now, the most commonly found probiotic is lactobacillus. Okay, അതാണ് നമ്മൾ പറയുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തൈരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ, കട്ട തൈര്, അതിലൊന്നും ചേർക്കരുത് കേട്ടോ. ടേസ്റ്റ് എൻഹാൻസർ ആയിട്ട് ഒന്നും ചേർക്കരുത്. അമിതമായിട്ട് പുളി ഉണ്ടാകാൻ പാടില്ല. കട്ടത്തൈര് മുറിക്കുക, കഴിക്കുക, 1 കപ്പ്. ഇറ്റ് ഈസ് പ്രോബയോട്ടിക്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പ്രോബയോട്ടിക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ മുമ്പേ നിങ്ങൾ കഴിച്ചിരിക്കുന്ന സാധനത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഗട്ട് നല്ല സുതാര്യമായി മാറും. അതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കോമൺലി ഫൗണ്ട് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രോബയോട്ടിക് ഈസ് ലാക്ടോബാസിലസ്. റൈറ്റ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചില മരുന്ന്, ചില ആൾക്കാർ ചില ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആകെ അസ്വസ്ഥതയാകുമ്പോൾ ആന്റിബയോട്ടിക് പ്രത്യേകിച്ചൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാവും. ശരീരത്തിന്റെ വയറാകെ തടിച്ച് ഗ്യാസ് ഫോർമേഷൻ ആയിട്ടൊക്കെ സംഭവിക്കും. അസിഡിക് ആയി നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിക്കാൻ ഡോക്ടർ അടുത്ത ഗുളിക ചെയ്തു ലാക്ടോബാസിലസ്. തൈര് കഴിച്ചാൽ മതിയായിരുന്നു. റൈറ്റ്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് വല്ലാതെ വയറിളക്കം സംഭവിക്കാറുണ്ട്. വയറിളക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തൈര് അതുപോലെ ഹാവിയിൽ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാത്തതാണ്. ചിലർക്ക് ട്രാവലേഴ്സ് ഡയറിയ ഉണ്ട്. കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ വയറിളക്കം സംഭവിക്കുന്നു. അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ വേവിച്ച സാധനങ്ങൾ കഴിക്കുക, അതുപോലെ തൈര് കുടിക്കുക, എല്ലാം മാറി കിട്ടും. അതിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ. പ്രോബയോട്ടിക് എലിമെന്റ് ഇംപ്രൂവ്സ് ഡൈജഷൻ, നമുക്കറിയുന്ന കാര്യമാണ്. ആൻഡ് പ്രൊമോട്ട്സ് ഇമ്മ്യൂണിറ്റി ബൈ ഇൻക്രീസിംഗ് എൻസൈം എഫക്റ്റീവ്നെസ്. ശരീരത്തിലെ ഡൈജസ്റ്റീവ് എൻസൈമിന്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടും പ്രോബയോട്ടിക് എന്ന് പറയുന്ന നല്ല ബാക്ടീരിയ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നല്ല ഡൈജഷൻ നടക്കുന്നു, നല്ല ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു, അതുപോലെ എൻസൈമിന്റെ ഇഫക്റ്റീവ്നെസ്സും കൂട്ടും. ഏകദേശം 10 കോടിയോളം പ്രോബയോട്ടിക് നമ്മളുടെ ഈ 7 മീറ്റർ നീളമുള്ള ചെറുകുടൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും വേണം. ആൻഡ് വാട്ട് ആക്ച്വലി ഡു? ഇറ്റ് ക്രിയേറ്റ് എ ഹെൽത്തി എൻവയോൺമെന്റ് ഇൻ ദ ഇന്റസ്റ്റൈൻ. നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും നമ്മുടെ കുടലിൽ ഈ ഒരു ലാക്ടോബാസിലസ് എന്ന് പറയുന്ന പ്രോബയോട്ടിക്. ഇൻക്രീസ് ദ ഡൈജസ്റ്റീവ് ഹെൽത്ത്. നിങ്ങളുടെ ദഹന പ്രക്രിയ, ദഹനത്തിന്റെ ആരോഗ്യം നല്ല കൂട്ടുന്നു. റിമൂവ് ഹാർംഫുൾ ബാക്ടീരിയ ഫ്രോം ദി ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ ഹാർംഫുൾ ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള ബാക്ടീരിയയെ അടിച്ച് വെളിയിലോട്ട് തള്ളുന്നു. അത് മാത്രമല്ല, ഇറ്റ് റിമൂവ് ടോക്സിക് എലിമെന്റ്സ് ഫ്രോം ദ ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള എലിമെന്റ്സിനെ തള്ളി വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യാനുള്ള സാധ്യത ചെയ്യുന്നു. 10 crores അത് പറഞ്ഞു കഴിഞ്ഞു. Why detoxification becomes slow? Okay, എന്തുകൊണ്ടാണ് detoxification becomes slow എന്ന് നമുക്ക് നോക്കാം. Yeah. One, increasing age, forget about that. Now, adulterated food, pollution, overeating. അതാണ്. അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാലും പ്രശ്നങ്ങളായിരിക്കും. ദഹന പ്രക്രിയമായിട്ട് വലിയ പ്രശ്നങ്ങളായിരിക്കും. അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത്. Then tobacco, alcohol, etc. increase pressure on the liver. ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ ലിവറിന്റെ മുകളിൽ പ്രഷർ കൂടും. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, അമിതമായിട്ട് ആഹാരം കഴിച്ചാൽ ലിവറിന്റെ മുകളിൽ പ്രഷർ കൂടും. മദ്യം കഴിച്ചാൽ ലിവറിന്റെ മുകളിൽ പ്രഷർ കൂടും. പിന്നെ ടുബാക്കോ, പുകയില കഴിച്ചാൽ ലിവറിന്റെ മുകളിൽ പ്രഷർ കൂടും. പൊല്യൂഷൻ, അതുപോലെ അഡൾട്ടറേറ്റ്, മായം കലർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിന്റെ കൂടെ ഒരുന്ന് ചേർക്കുന്ന ജങ്ക് ഫുഡുകൾ, ഇതൊക്കെ തന്നെ ലിവറിന്റെ മുകളിൽ പ്രഷർ. അങ്ങനെയാവുമ്പോൾ റെഡ്യൂസസ് ദ എബിലിറ്റി ഓഫ് ഡിറ്റോക്സിഫിക്കേഷൻ. അപ്പൊ ലിവറിന്റെ മുകളിൽ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റി കുറഞ്ഞു. അപ്പൊ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യാനുള്ള കഴിവില്ലാതെയും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞു തുടങ്ങും. Now, blood purification. Regular blood purification is necessary. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നമ്മളെല്ലാം ശുദ്ധീകരിക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് ബ്ലഡിന് മാത്രം ചെയ്യരുത്? അപ്പോ
പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമുക്കത് അനുവദിക്കുന്നില്ല നമ്മൾ. കാരണം നമ്മൾ ആൽക്കഹോൾ, ടുബാക്കോ അങ്ങനത്തെ പല ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ കഴിച്ചിട്ട് രക്തം അശുദ്ധമായി തന്നെ കിടക്കും. രക്തം അശുദ്ധമായി കിടക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത അവിടെ കൂടുന്നതാണ്. അതുപോലെ തന്നെ ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സും കുറഞ്ഞു. ഇന്റസ്റ്റൈനെ പ്യൂരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യന്തം ആവശ്യമാണ്. പക്ഷെ വീണ്ടും മദ്യം, മരുന്ന്, അതുപോലെ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ വിഷാംശങ്ങളായിട്ട് നമ്മൾ ഇന്റസ്റ്റൈനിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അതെല്ലാം ചെയ്യുമ്പോൾ ലിവറിന്റെയും ഇന്റസ്റ്റൈന്റെയും കാര്യങ്ങൾ അവതാളത്തിലാവും. റൈറ്റ്. നൗ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇന്റസ്റ്റൈൻ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ക്ലീനിങ് ഓഫ് ദ ഇന്റസ്റ്റൈൻ ഇസ് നെസസറി ബൈ സ്റ്റേയിങ് ഹെൽത്തി. അപ്പൊ ശരീരത്തിലെ ഗട്ടിനെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം, പ്യൂരിഫിക്കേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ട് നിലനിൽക്കാൻ പറ്റൂ. റൈറ്റ്. നൗ മേക്ക് യുവർ ബോഡി ഡിറ്റോക്സ് ആൻഡ് കീപ് യുവർ ബോഡി ഹെൽത്തി. നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള പോയിസൺസിനെ തള്ളി വെളിയിലോട്ട് വിട്ടുകൊണ്ട് ആ ശരീരത്തിനെ ആരോഗ്യപരമായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ബയോഗ്രീൻസ് ഞങ്ങൾ ചേർത്തു. ഈ പറഞ്ഞിരിക്കുന്ന 6 പിന്നെ അതിന് മുമ്പേ പറഞ്ഞിരിക്കുന്ന ഒരു 7 എല്ലാം കൂടി. ഇവിടെ എന്താണ്? എഗ്ലോ മാമലസ്, വി നോ ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെയിൽ, പറഞ്ഞു കഴിഞ്ഞു. ഒസിമം സാങ്ക്ടം, അതാണ് കൃഷ്ണ തുളസി. റൈറ്റ്. ദെൻ ബീറ്റ വൾഗാരിസ്, ബീറ്റ്റൂട്ട് ആൻഡ് സിസിലിയം ക്യൂമിനി, അതാണ് ഞാവൽ. ഓക്കെ, ഹിന്ദിക്കാർ അതിനെ jamun naki bol, violet naram. These are all absolutely fantastic herbs which helps in detoxification and keep your body healthy. Right. Now, my dear friends, after doing all this, ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട 2 കാര്യം എന്താണ്? ചില ആൾക്കാർ നിങ്ങൾ കണ്ടു കാണും, 40 വയസ്സായിരിക്കും, കണ്ടാൽ ഒരു 25 അതൊക്കെ തോന്നും. എന്നാൽ ചില ആൾക്കാർ 25 വയസ്സായിരിക്കും, കണ്ടാൽ 40 ആയിരിക്കും. എന്താ അതിന്റെ വ്യത്യാസത? എല്ലാവരും ഒരുപോലെ ജനിച്ചത്, എല്ലാവരും ഒരുപോലെ ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ചില വ്യത്യാസങ്ങളാണ് ഇത്രയും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിന് 2 കാര്യങ്ങൾ, 2 പ്രായമാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാവുക. ഒന്ന് ബയോളജിക്കൽ ഏജ്, രണ്ടാമത്തത് ക്രോണോളജിക്കൽ ഏജ്. ഓക്കെ, അപ്പോ ഇത് രണ്ടും എന്താ നമുക്ക് നോക്കാം. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ വയസ്സാണ്. അതായത് നിങ്ങൾ ജനിച്ച ദിവസം മുതലുള്ള യഥാർത്ഥ വയസ്സ്. അമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലോട്ടേക്ക് നിങ്ങൾ വന്ന ദിവസം മുതലുള്ള സമയമാണ്, ആ പ്രായമാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. ആൻഡ് അവർ റൈറ്റ് ബയോളജിക്കൽ ഏജ് ഈസ് റിവീൽഡ് ഓൺലി. ക്രോണോളജിക്കൽ ഏജ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നു. സർട്ടിഫിക്കറ്റിലുള്ള അല്ല, ജനിച്ചോളൂ. അപ്പൊ ശരിയായ ബയോളജിക്കൽ ഏജ് എപ്പോഴാണ് റിവീൽ ചെയ്യുന്നത്? when all the parts of the body work properly and effectively. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള ബയോളജിക്കൽ ഏജ് നമുക്ക് വെളിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ക്രോണോളജിക്കൽ ഏജ് നമുക്ക് മനസ്സിലായി. ബയോളജിക്കൽ ഏജ് എപ്പോഴാണ് മനസ്സിലാവുക? ബയോളജിക്കൽ ഏജ് മനസ്സിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ശരിക്കും പ്രവർത്തിക്കുന്നതായിരിക്കണം. സോ ഇവിടെ ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു സിംബോളിക് ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ചിത്രമാണ്, അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടാവില്ല. ഓക്കെ, എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ആ വ്യക്തിയുടെ ഒരു ഭാഗം പ്രായം തോന്നിക്കുന്നതും ഒരു ഭാഗം പ്രായം ഇല്ലാത്തതും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് പ്രായം വളരെ കൂടുതലാണ്. ഓക്കെ, യു ആർ സേ 65-70. ഓക്കെ, പക്ഷേ നിങ്ങളുടെ സിസ്റ്റം, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റമും, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവും വളരെ സുതാര്യമായിട്ട് വളരെ ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനാരോഗ്യമായിട്ടുള്ള ഒരു പ്രശ്നവും സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്താ ആക്ച്വലി നിങ്ങൾക്ക് പ്രായം 65 ഉണ്ടെങ്കിലും ബട്ട് യു ആർ ഓൺലി 40, അത്രയും കണക്കാക്കി മതി. പ്രായം ജനന കൊണ്ട് കൂടുതലാണ്, പക്ഷെ നിങ്ങളുടെ ആരോഗ്യം വളരെ ഗംഭീരം. സോ ബേസിക്കലി ദിസ് പേഴ്സൺ ഈസ് വെരി ഓൾഡ് ബട്ട് ദ ബോഡി ഈസ് വെരി യങ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ആ പ്രായം ഒരു നമ്പറായി മാറും. അതായത് നേരത്തെ പറഞ്ഞു 65 വെറും പേരിനുള്ളതായി മാറും. ബിക്കോസ് ഈസ് യെസ് യങ് ആസ് 45. സോ ഒരു 45 വയസ്സുള്ള ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യുന്നു അതാണ് ഈ 65 വയസ്സുള്ള വ്യക്തി ചെയ്യുന്നത്. അപ്പൊ പ്രായവും ഈ പ്രവർത്തനം തമ്മിൽ യാതൊരു ബന്ധമുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. നൗ സോ ബയോളജിക്കൽ ഏജ് എന്തായിരിക്കണം? ക്രോണോളജിക്കൽ ഏജിനേക്കാളും കുറവായിരിക്കണം, എന്നാലേ ആരോഗ്യം ഉണ്ടാവും. ഇവിടെ നോക്കിയ നേരെ വിപരീതമാണ്. ഇവിടെ നോക്കിയ ചെറുപ്രായമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ ശരീരം കൊണ്ട് വളരെയധികം പ്രായമായിട്ടുണ്ട്. That means the organs are not working properly. So here the biological age is much more than the actual chronological age. So ചെറുപ്രായത്തിൽ പ്രായാധിക്യം തുടങ്ങിയിട്ടുള്ളതാണ്. So this is unhealthy. So ഒരു പ്രാവശ്യം കൂടി നോക്കാം. ഇതാണ് ഹെൽത്തി. പ്രായം 65, പക്ഷെ ശരീരത്തിന്റെ പ്രവർത്തനം, ശരീരത്തിന്റെ അവസ്ഥ, ശരീരത്തിലെ ഓർഗൻസിന്റെ അവസ്ഥ 45 വയസ്സേ കാണിക്കുന്നു. So this person is absolutely healthy. But this person who is very young, ഓർഗനും ശരീരവും എല്ലാം തന്നെ വളരെയധികം പ്രായാധിക്യം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ യുവർ ക്രോണോളജിക്കൽ ഏജ് ഈസ്
much lower than your biological age. Biological age should be always less than chronological age. Then only you will be healthy. And to keep your biological age less, ladies and gentlemen, we are presenting you NutriCharge Bio Age. അതാണ് അതിന്റെ പേര് തന്നെ ബയോ ഏജ് എന്ന് പറഞ്ഞത്. ബയോളജിക്കൽ ഏജിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ന്യൂട്രിചാർജിന്റെ സപ്ലിമെന്റ് ആണ് NutriCharge Bio Age, which is called nutraceutical. It's not a medicine, and it contains natural extract with probiotic and enzyme tablets. Right? എത്ര മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റ്. ശരീരത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം. പലതരത്തിലുള്ള ഡോക്ടർമാർ ലിവറിനെ അധികം തൊടണ്ട, അങ്ങനെ തന്നെ ജീവിച്ച് പോയിക്കോട്ടെ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞത്. ഈ ടെസ്റ്റ് കണ്ടിട്ട് ചില സമയം പറഞ്ഞത് ഈ ലിവർ ഇനി പോക്കാണ് കാര്യം എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ എന്തോ മഹാഭാഗ്യം ചെയ്ത ആൾക്കാരായതുകൊണ്ട് NutriCharge Bio Age കൊടുത്തിട്ട് പിന്നീട് 2 മാസം കഴിഞ്ഞിട്ട് അതേ ഡോക്ടറിന്റെ അടുത്ത് LFT കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പോലും ഞെട്ടി എന്നുള്ളതാണ്. ഒരു 1.5 ഞെട്ടൽ ഡോക്ടർ പോലും ഞെട്ടി. കാരണം ഇതെങ്ങനെയാ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ ഒരു സുഹൃത്തിന് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. 26 വയസ്സുള്ള ഒരു ലേഡി ആയിരുന്നു. അവരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് PCOD ഉണ്ട്, അവർക്ക് ഫാറ്റി ലിവറും ഉണ്ട്. അപ്പൊ ഉടനടി ഓപ്പറേഷൻ ആണ് അവരെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും 2 മാസം കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും ആരും അടിച്ചൊന്നും പോകുന്നില്ല. അപ്പൊ നിങ്ങളെ ഡോക്ടറോട് പറയൂ, സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് കുറച്ചൊക്കെ വേണമല്ലോ, ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്തു തരുന്നു. അപ്പോൾ സാമ്പത്തികം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് 2 മാസം സമയം തരണം, എന്നിട്ട് മരുന്ന് കുറിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവന്നാൽ മതി. അപ്പൊ അങ്ങനെ ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവരത് കഴിച്ചു. നമ്മളുടെ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിക്കാൻ. അപ്പോൾ അവരുടെയൊക്കെ വലിയ വ്യത്യാസങ്ങൾ അവരുടെ ശരീരത്തിൽ വന്നു എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം അവർ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്തിരി പെട്ടെന്ന് എങ്ങനെ റിസൾട്ട് വരും? അതിന്റെ അടുത്ത് റിസൾട്ട് വരാൻ പാടില്ലായിരുന്നു അല്ലേ? നമ്മൾ എന്താ ചെയ്യാൻ? നമ്മൾ റിസൾട്ട് കൊണ്ടു കൊടുക്കുക. സോ NutriCharge Bio is a wonderful product, my dear friends. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പല വ്യക്തികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എത്രയോ ജനങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റും. അതായത് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്ക് തിരിച്ചു ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇനി ഇവിടെ നിൽക്കൂ ചേട്ടാ, നമുക്ക് ഇനി കുറച്ചു കാലം കൂടി അടിച്ചു പൊളിക്കാം എന്ന് പറയാനുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാനിവിടെ പറയുന്നു. റൈറ്റ്? അടുത്തതാണ് NutriCharge Bio Age, which contains 72 herbal nutrients. 72 ഹെർബൽ ആയിട്ടുള്ള ഔഷധ സസ്യങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള പോഷകതത്വങ്ങളാണ് ഇതിലുള്ളത്. which 72% nutrients ഉണ്ടാക്കിയ 53 biogreens, 16 enzymes, 2 probiotics and 1 prebiotic. എല്ലാം കൂടിയിട്ട് 72 essential nutrient. അതുപോലെ നോക്കൂ, ഗുളികകൾ 2 തരമാണ്, ബൈലേഡ് ആണ്, അതിനെപ്പറ്റി ഞാൻ പറയാം. ആൻഡ് ക്ലിനിക്കലി പ്രൂവൻ ആണ് കേട്ടോ. NutriCharge Bio Age is a clinically proven benefits. എന്തൊക്കെയാണ് NutriCharge Bio Age കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലിനിക്കലി പ്രൂവൻ ബെനിഫിറ്റ്സ്? നമ്പർ 1, ഇൻക്രീസസ് ഫംഗ്ഷനാലിറ്റി ഓഫ് ലിവർ. നിങ്ങളുടെ കരളിന്റെ ഫംഗ്ഷനാലിറ്റി നല്ല സുതാര്യമാക്കുന്നു, കൂട്ടുന്നു. രണ്ടാമത്തത് ദഹന പ്രക്രിയയ്ക്ക് വളരെയധികം സുഖം, ഹെൽപ്പ് ഇൻ ഡൈജഷൻ. മൂന്നാമത്തത് ഡിറ്റോക്സിഫിക്കേഷൻ, ശരീരത്തിൽ നിന്നുള്ള ടോക്സിൻസിനെ തള്ളിവിടാൻ വളരെയധികം സഹായിക്കുന്നു. മൂന്നാമത്തത് ഇംപ്രൂവ്സ് എഫക്റ്റീവ്ലി യുവർ ഹെൽത്ത്, നിങ്ങളെ മൊത്തത്തിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു. ഇതൊക്കെയാണ് NutriCharge Bio Age ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടതെന്നിരിക്കുന്നത്. Now, when you take NutriCharge Bio Age, it recharges the liver. How? By improving the liver health and checking the liver damage. അപ്പോൾ hepatoprotective ആണ്. hepatoprotective എന്ന് പറഞ്ഞാൽ liver protection. Okay. Second is improve the gut health, maintain healthy gut environment, increase digestive health. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള ദഹന പ്രക്രിയ നടക്കും NutriCharge Bio Age കഴിച്ചാൽ. നെക്സ്റ്റ് ഈസ് മൂന്നാമത്തത്, NutriCharge Bio Age കഴിച്ചു കഴിഞ്ഞാൽ ഡിറ്റോക്സ് ദി ബോഡി. എങ്ങനെയാണ്? എലിമിനേറ്റ് ടോക്സിൻസ് ഫ്രോം ദ ബോഡി. ശരീരത്തിൽ നിന്നുള്ള പോയിസൺസിനെ തള്ളി വെളിയിലേക്ക് കളയുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഗണ്യമായിട്ട് കുറയ്ക്കുന്നു. ഓക്കെ. Now NutriCharge Bio Age, ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ബൈലേഡ് ടാബ്ലറ്റ്സ്. 2 നിറത്തിൽ കാണാം, ഒന്ന് ലൈറ്റ് ഗ്രീൻ, ഒന്ന് ഡാർക്ക് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ ഈസ് ദി ബെനിഫിഷ്യൽ ബൊട്ടാനിക്കൽസ് which I have told you, and light green contains enzymes and probiotics for better results. അതാണ് 2. അതുകൊണ്ടാണ് ഈ ടാബ്ലറ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചില സമയം തോന്നിയേക്കാം കേട് സംഭവിച്ചതാണോ. I'll just show you. ഇതുണ്ടോ, ഇതിൽ ചിലത് ഡാർക്കും, അതുകൊണ്ട് ഇത് കേടായതാണ് സർ, ഇതാണ് നല്ലതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, എല്ലാം നല്ലതാണ്. ഓക്കെ, അങ്ങനെ ആ തെറ്റിദ്ധാരണ ഇനി വേണ്ട. Just use it nicely. Okay. So this is what actually is of. So bile tablets, no. So take, my dear ladies and gentlemen, take NutriCharge Bio Age. Remove some of the toxins from your body. So what will happen when you take NutriCharge Bio Age? It increases the liver health,
removes the toxins from the body and in totality improves the digestion and it will keep you perfectly fit and healthy. ഇനി ഇത് ആര് കഴിക്കണം? കഴിക്കേണ്ട ആൾക്കാർ 18 വയസ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്ക് ഇത് കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു വ്യക്തി കൊടുക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാത്രിയത്തെ ഡിന്നർ 8 മണിക്കെങ്കിലും കഴിക്കണം. എന്നിട്ട് ഡിന്നർ കഴിഞ്ഞിട്ട് 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ന്യൂട്രിചാർജ് ബയോ ഏജ് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കുടിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഡോസ്. എല്ലാ ദിവസവും രാത്രി ഓരോന്ന് എടുക്കുക. ആദ്യമായി എടുത്തു തുടങ്ങിയ ആള് മിനിമം 3 മാസമെങ്കിലും തുടർച്ചയായി കഴിക്കണം. പാതി വഴിയിൽ വിട്ടേക്കരുത്. ഇനി 3 മാസം കഴിഞ്ഞിട്ടും തുടരെ കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഡിറ്റോക്സിഫിക്കേഷൻ നീഡ് ടു ബി ഡൺ ഡെയിലി നമ്മൾ പഠിച്ചാണ്. കാരണം എല്ലാ ദിവസവും ടോക്സിൻസ് കയറും. അതുകൊണ്ട് രണ്ടാമത് ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. ചില വ്യക്തികൾ ഇത് കഴിക്കുമ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കാണാം. ചില ആൾക്കാർക്ക് മെൻസ്ട്രൽ പ്രോബ്ലം ഉള്ളവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതൽ കാണാം. ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ വല്ലാതെ അനുഭവപ്പെടും. ചില ആൾക്കാരെ കണ്ണ് നല്ലോണം ചുവന്ന് വരും. ചില ആൾക്ക് വല്ലാതെ വയറിളക്കം ഉണ്ടാവും. ചില ആൾക്ക് നല്ലോണം വോമിറ്റിംഗ് വരും. അത് കഴിച്ചാൽ ഉടനെയാണ് കേട്ടോ. എല്ലാവരും കഴിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വരില്ല. ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. റൈറ്റ്, അതാണ് നിർത്തിക്കളയാം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നല്ലോണം സാർ ചൊറിയുന്നു സാർ, വല്ലാതെ വയറിളക്കുന്നു സാർ, വല്ലാതെ വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നു സാർ, അതുകൊണ്ട് ഞാൻ നിർത്തി. അത് നിർത്തിയപ്പോൾ വളരെ സന്തോഷം. ഇപ്പൊ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ? ടോക്സിൻസ് അവിടെ തന്നെ കിടക്കാണ്. കഴുകുന്ന നിർത്തി. നിങ്ങൾ ഒരു വീടിന്റെ ഭിത്തി കഴുകുമ്പോൾ മണ്ണ് വരുമ്പോൾ മണ്ണ് വരും വിചാരിച്ചിട്ട് ഭിത്തി കഴുകാതിരിക്കും. ഇല്ല, അത് വീണ്ടും കഴുകണം. എന്നാലല്ലേ ഭിത്തി ക്ലീൻ ആകത്തുള്ളൂ. ഭിത്തി ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ തറയിൽ വന്ന ആ പൊടിയോ അല്ലെ തറയിൽ വന്നിരിക്കുന്ന കേടുപാട് പിന്നെയോ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാം. ടോട്ടാലിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും ക്ലീനിങ് ആവുന്നുള്ളതാണ്. സോ ഈ ന്യൂട്രിചാർജ് ബയോവേജ് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടെ അവർ തുടരെ കഴിച്ചുകൊണ്ടിരിക്കുക, തുടരെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, തുടരെ ടോക്സിൻസുകളെ ശരീരത്തിന് വെളിയിലാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ന്യൂട്രിചാർജ് ബയോവേജ് കഴിക്കുന്ന ആൾക്കാർ മറുവശത്ത് ന്യൂട്രിചാർജ് PVMFO എന്തായാലും കഴിക്കുകയും വേണം. യെസ്. ഇനി പ്രമേഹമുള്ള വ്യക്തികൾ ന്യൂട്രിചാർജ് ബയോവേജ് എന്തായാലും കഴിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ന്യൂട്രിചാർജ് ബയോവേജ് രാത്രി എന്തായാലും കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് ബയോവേജ് രാത്രി കഴിക്കുക. ഇതെല്ലാം കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും ന്യൂട്രിചാർജ് ബയോവേജ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവും. എന്റെ സുഹൃത്തുക്കളെ, യാതൊരു സംശയമില്ല. MRP 1500 ലോഞ്ച് ചെയ്ത സമയം മുതൽ ഇതിന്റെ പ്രൈസിന് 1 പൈസ പോലും കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 1500 നമുക്കുള്ള എനിക്ക് DP comes to 1200 and BV is 900. റൈറ്റ്. അപ്പൊ നോക്കി, ഒരു 5 ആളെ ബയോവേജിലേക്ക് വേണ്ടിയിട്ട് മാറ്റുക. അതുപോലെ 5 ആൾ അങ്ങനെ ഓരോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ടാർഗറ്റ് ഈസിയിലായി. എല്ലാവരും ഇപ്പം പല ആൾക്കാർ ഗോവയിൽ, പല ആൾക്കാർ സിൽവാസ, പല ആൾക്കാർ നമ്മള് ജിം കോർബറ്റ് നാഷണൽ ഉത്തരാഖണ്ഡ് അവിടേക്ക് പോയിട്ടൊക്കെ വരുന്നുണ്ട്. ചില ആൾക്കാർ നമ്മളെ മുന്നാറിലേക്ക് വരാൻ പോകുന്നു. ഇതിന്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യും. അവിടേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ടാർഗറ്റ് ചെയ്യണം. ടാർഗറ്റിനെ പേടിച്ചിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. ടാർഗറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഹാൻഡ് വിച്ച് ഗിവ്സ് യു ടു പ്രൊമോട്ട് യുവർ പ്രൊഡക്റ്റ്. അപ്പോൾ ടാർഗറ്റ് നിങ്ങളെ കൂടുതൽ ഉത്തേജനപ്പെടുത്തും, മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ പ്രചോദനപ്പെടുത്തും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു, മറുഭാഗത്ത് നിങ്ങൾ സൗഖ്യം, ആനന്ദം നടത്തുന്നു. ഇപ്പൊ ഗോവയിൽ പോയി ഇത്രയും ആൾക്കാർ ഗോവയിൽ പോയി, അങ്ങനെയാ പോയത്, അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോ ടാർഗറ്റ് ചെയ്യാതെയോ ടാർഗറ്റ് പറയാതെ നിന്ന് കഴിഞ്ഞാൽ മഹാദ്രോഹമാണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും ടാർഗറ്റിനെ പറ്റി മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ കൊടുക്കുക. ആരോഗ്യം കിട്ടും, സമ്പത്തും കിട്ടും, ആസ്വാദനം കിട്ടും, ഹാപ്പിനെസ്സും കിട്ടും. ഞാൻ ചില പ്രസന്റേഷനിൽ പറയാറുണ്ട്, RCM കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമ്പാദ്യം കിട്ടും. ന്യൂട്രിചാർജിൽ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആരോഗ്യം കിട്ടും. RCM ന്യൂട്രിചാർജും കൂടി ചേർന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹാപ്പിനെസ് കിട്ടും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 3 വേണ്ടു. ഇത് 3 കിട്ടണമെങ്കിൽ ഈ 3 എടുക്കുക. സിമ്പിൾ. So enjoy life and have a nice Christmas and a wonderful New Year and hope to see you soon and God bless you. Take care. Thank you, sir. Thank you, sir. Thank you.